പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മം എന്ന് പറയുന്ന വിഷയം കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണിസത്തിൻ്റെ മറ്റൊരു പേരല്ലാതെ വേറൊന്നുമല്ല എന്നാണ് ഒറ്റ വാക്കിൽ സനാതനധർമ്മത്തെപ്പറ്റി പറയുവാനായിട്ടുള്ളത്. ബ്രാഹ്മണിസത്തെയാണ് സനാതനമെന്ന് വ്യവഹരിക്കുന്നത്. ഈ ബ്രാഹ്മണിസം ശാശ്വതമായി നിലനിർത്തുക എന്ന ആഗ്രഹത്തിന്മേലാണ് ഈ സനാതനധർമ്മ ആശയം ഇപ്പോൾ വളരെ ശക്തമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. 1950കളിൽ സഹോദരൻ അയ്യപ്പൻ, നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ശിവഗിരിയിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്, ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മം തന്നെയാണ്, അല്ലാതെ മറ്റർത്ഥങ്ങളൊന്നും തന്നെ അതിനില്ല എന്ന് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ ശിവഗിരിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ 50കളിൽ പറയുകയുണ്ടായി. നമ്മൾ ഇതിഹാസ പുരാണ പാഠങ്ങളും മനുസ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയും ഒക്കെ ഉൾപ്പെടെയുള്ള സ്മൃതി ഗ്രന്ഥങ്ങളും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുക്കളും എന്നു വേണ്ട ഈ ഗ്രന്ഥപാരമ്പര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ അതിൽ ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വർണ്ണാശ്രമധർമ്മത്തെയാണ്. എന്താണ് വർണ്ണാശ്രമധർമ്മം? വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും മനുഷ്യരെ 4ആയി തരംതിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ശ്രേണീകരിച്ച് തരംതിരിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥാക്രമത്തിൻ്റെ പേരാണ് വർണ്ണം എന്നത്. ഇനി ആശ്രമമുണ്ട്. ആശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതാണ് 4 ആശ്രമങ്ങൾ. ഈ 4 ആശ്രമങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് ഈ 4 വർണ്ണത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ്. എല്ലാവർക്കും ഈ 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോകുവാൻ സാധ്യമല്ല. ബ്രഹ്മചാരിയായി ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിക്കാൻ ത്രൈവർണിക ബാലന്മാർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഗൗതമധർമ്മസൂത്രം പോലെയുള്ള പ്രാചീന ധർമ്മസൂത്രങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അതിൽ ത്രൈവർണികർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യാദികൾക്ക് മാത്രമേ വിദ്യ അഭ്യസിക്കാൻ അധികാരമുള്ളൂ. മറ്റാർക്കും തന്നെ വിദ്യ അഭ്യസിക്കാൻ അധികാരമുള്ള ഈ വിദ്യ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വേദങ്ങളും ഉപനിഷത്തുക്കളും കൽപ്പസൂത്രങ്ങൾ, ശ്രൗതസൂത്രം, ഗൃഹ്യസൂത്രം ഉൾപ്പെടെയുള്ള ശുൽഭസൂത്രം ഉൾപ്പെടെയുള്ള സൂത്രങ്ങളുമൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഗുരുകുലങ്ങളിൽ നടന്നു വന്നിരുന്നത്. അത് അഭ്യസിക്കുവാൻ ഈ ത്രൈവർണിക പുരുഷന്മാർക്ക് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. ചില സ്ത്രീകൾ അതിന് ഗാർഗിയെ പോലെ, മൈത്രേയിയെ പോലെ വളരെ അപൂർവം ചില സ്ത്രീകൾ അപവാദമായിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും അത് ഒരു പുരുഷ മേധാവിത്വ ത്രൈവർണിക പുരുഷാധിപത്യ വ്യവസ്ഥയായിട്ടാണ് ഈ വിദ്യാഭ്യാസ പ്രക്രിയ നിലനിന്നിരുന്നത്. ഈ വ്യവസ്ഥയനുസരിച്ച് എല്ലാവർക്കും സന്യസിക്കാൻ കഴിയുമായിരുന്നില്ല. തലക്കുളത്തൂർ ഭട്ടതിരി ബൃഹജ്ജാതകത്തിന് എഴുതിയ ബൃഹത്തായ വ്യാഖ്യാനമുണ്ട്, ദശാധ്യായി. ആ ദശാധ്യായിയുടെ ആമുഖത്തിൽ മൂർത്തുത്വേ പരികൽപ്പിത ശശവൃതോ വർമ്മ പുനർജന്മന ആത്മേത്യാത്മവിതാം ക്രതുശ്ചേതതാം ഭർത്താമരജ്യോതിഷാം എന്ന് തുടങ്ങുന്ന വരാഹമിഹിരൻ്റെ ബൃഹജ്ജാതകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് തലക്കുളത്തൂർ ഭട്ടതിരി പറയുന്നത്, ഗായത്രിയെ ഉപാസിക്കുന്ന ത്രൈവർണികർക്ക് മാത്രമേ മോക്ഷത്തിന് അർഹതയുള്ളൂ എന്നാണ്. വേറെ ആർക്കും മോക്ഷത്തിന് അർഹതയില്ല, മറ്റാർക്കും മോക്ഷം കിട്ടുകയുമില്ല. മറ്റുള്ളവർക്ക് മോക്ഷം കിട്ടാൻ പിന്നെ എന്താണ് മാർഗം? മറ്റുള്ളവർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഒരാൾ അധകൃതരാക്കപ്പെട്ട, ബ്രാഹ്മണ്യം അധകൃതരാക്കിയ സമുദായത്തിൽ ജാതിയിൽ പിറന്നു പോയാൽ ആ ജാതി ജീവിതം നയിച്ച് അതിൻ്റെ ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ച് ആ ജന്മം തരണം ചെയ്ത് പ്രമോഷൻ കിട്ടണം അടുത്ത ജന്മത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ഒരു മഹാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് അടുത്ത ജന്മം ബ്രാഹ്മണനായി അയ്യപ്പനെ പൂജിക്കണമെന്നാണ് ആഗ്രഹം. വളരെ പെട്ടെന്നുള്ള പ്രമോഷൻ കിട്ടുമെന്നാണ്. അങ്ങനത്തെ പ്രമോഷൻ ഇതിൽ ലഭ്യമല്ല. ഒരു കീഴാളനാക്കപ്പെട്ട സമുദായത്തിൽ ജാതിയിൽ ജനിച്ചാൽ അയാൾ ഈ പറയുന്ന ത്രൈവർണികനായി പുനർജനിച്ച്
ആ ത്രൈവർണികരിൽ തന്നെ വൈശ്യ സ്ത്രീയായി, വൈശ്യപുരുഷനായി, പിന്നീട് ക്ഷത്രിയ സ്ത്രീയായി, ക്ഷത്രിയ പുരുഷനായി, ബ്രാഹ്മണ സ്ത്രീയായി, അതിനുശേഷം മാത്രമേ ബ്രാഹ്മണ പുരുഷനാകാൻ ഈ കർമ്മജന്മ സിദ്ധാന്തം അനുസരിച്ച് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ശൂദ്രന് വളരെ പെട്ടെന്ന് എങ്ങോട്ട് പ്രൊമോഷൻ ഇല്ല, ബ്രാഹ്മണനായി പ്രൊമോഷൻ ഇല്ല. പക്ഷേ നമ്മുടെ ഈ കേന്ദ്രമന്ത്രി അയ്യപ്പനെ പൂജിക്കാൻ അടുത്ത ജന്മം ബ്രാഹ്മണനാകാൻ കൊതിക്കുന്ന അദ്ദേഹത്തിന് ഈ പ്രൊമോഷൻ സിസ്റ്റത്തെ പറ്റി, ഈ സനാതന ധർമ്മത്തിൻ്റെ പ്രൊമോഷൻ സിസ്റ്റത്തെ പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അത്തരമൊരു പരാമർശം നടത്തിയത്. അദ്ദേഹത്തിന് എന്താകാൻ കഴിയില്ല, ഒറ്റ നിമിഷം കൊണ്ട് ബ്രാഹ്മണനാകാൻ കഴിയില്ല. കാരണം ഈ ജന്മം ശൂദ്രനായി ശൂദ്രത്വം സമ്പൂർണ്ണമായി സ്വാംശീകരിച്ച് ശൂദ്ര സേവ ചെയ്താൽ മാത്രമേ അടുത്ത ജന്മം വൈശ്യനായിട്ട് പ്രൊമോഷനുള്ളൂ. വൈശ്യ പുരുഷനും ആകത്തില്ല, വൈശ്യ സ്ത്രീയായി പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. വൈശ്യ സ്ത്രീയായി ഒരു വൈശ്യ സ്ത്രീ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തികളെല്ലാം ചെയ്താൽ വൈശ്യ പുരുഷനാകും. അപ്പോഴൊരു പ്രശ്നമുണ്ട്. ഈ കർമ്മസിദ്ധാന്തം അനുസരിച്ച് ആ പ്രവർത്തികളെല്ലാം ശരിയായിട്ടല്ല എങ്കിൽ നരകത്തിൽ പോയി ദുഃഖ ദുരിത ഫലങ്ങളെല്ലാം അനുഭവിച്ച് വീണ്ടും ഡീപ്രമോഷനാണ്. ആ ഡീപ്രമോഷനെ പറ്റി ഇവർ കേട്ടിട്ടില്ല. ആ ഡീപ്രമോഷനെ പറ്റി ചാന്തോക്യോപനിഷത്തിൽ പറയുന്നുണ്ട്. പന്നിയായി പട്ടിയായി ആളുകൾ പിറക്കുന്നതിനെ പറ്റി ചാന്തോക്യോപനിഷത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനിത് സൂചനകളിലൂടെ കടന്നു പോകാൻ കാരണം ഈ വിഷയത്തെപ്പറ്റി പല ദിക്കുകളിലും ആ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചതിനെ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ആ പ്രഭാഷണം ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ആ പ്രഭാഷണം എല്ലാം അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടുതൽ സൂക്ഷ്മാംശത്തിലേക്ക് പോകാത്തത്. കാരണം അത് വീണ്ടും ആവർത്തിച്ച് ചിലപ്പോൾ ഇവിടെ കേട്ടിട്ടുള്ളവർ കാണും, വീണ്ടും ഒരു ബോറടി സൃഷ്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതിലേക്ക് പോകാത്തത്. അപ്പോൾ ഇതാണ് ചുരുക്കം പറഞ്ഞാൽ ഈ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. ഋഗ്വേദത്തിൽ പറയും, ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് ഇതിൻ്റെ ആരംഭം. ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് തുടങ്ങുന്ന പുരുഷ സൂക്തത്തിലെ ഈ ബ്രാഹ്മണ്യ ക്രമം അനുസരിച്ച് വിരാട് പുരുഷൻ്റെ അംഗോപാംഗങ്ങളിൽ നിന്നാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം ഉണ്ടാകുന്നത്. അതിൽ ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടാകുന്നു, ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ പൊതുവേ പറയുന്നൊരു വാദം, ഈ വിരാട് പുരുഷൻ്റെ അംഗോപാംഗങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമാണല്ലോ ഉള്ളത്. അപ്പോൾ അവരൊരു ചോദ്യം ചോദിക്കും, നിങ്ങളുടെ ശരീരത്തിലെ കൈ പോയാൽ പിന്നെ എന്തു ചെയ്യും? കാല് മുറിച്ച് കളഞ്ഞാൽ നടക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാം ഒരുപോലല്ലേ? ശൂദ്രനും വൈശ്യനും ബ്രാഹ്മണനും എല്ലാം ഒരുപോലല്ലേ എന്നൊരു യുക്തി ഉപയോഗിച്ച് നമ്മളോട് ചോദ്യം ചോദിക്കും. അതുകൊണ്ട് ഈ ചാതുർവർണ്ണ്യം തുല്യപ്രധാനമാണ്, അതായത് 4 വർണ്ണത്തിൽപ്പെട്ടവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു പൊതു സിദ്ധാന്തം ഹിന്ദുത്വവാദികൾ അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ വ്യാസൻ എഴുതിയെന്ന് കരുതപ്പെടുന്ന ഭാഗവത പുരാണം ഈ വാദം അംഗീകരിക്കുന്നേയില്ല. ഭാഗവത പുരാണത്തിൽ പറയുന്നത് വിരാട് പുരുഷൻ്റെ ഉത്തമാംഗത്തിൽ നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും പാദം അധമാംഗമായതിനാൽ ഏറ്റവും നികൃഷ്ടമായ അവയവമാണ് പാദം. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഭാഗവത പുരാണം പറയുന്ന, ഭാഗവത പുരാണത്തിലെ 11-ാം അധ്യായത്തിൽ പറയുന്നതാണ്. അങ്ങനെ ആ അവയവത്തിൽ നിന്നുണ്ടാകുന്ന ശൂദ്രന്മാരെല്ലാം നികൃഷ്ടരാണെന്ന് ഭാഗവത പുരാണം വളരെ കൃത്യമായി വളരെ വ്യക്തമായി നമ്മളോട് ആ വിഷയം അവതരിപ്പിക്കുന്നു. വിപ്രക്ഷത്രിയ വിക്ഷൂദ്ര മുഖബാഹൂരുപാദജാഹ വൈരാജാത് പുരുഷാജാത ആത്മാചാര ലക്ഷണാഹ. വിരാട് പുരുഷൻ്റെ മുഖം, കൈ, തുടാപാദം എന്നീ അവയവങ്ങളിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരെല്ലാം വിരാട് സ്വരൂപനായ എന്നിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ്. ഇതാരാണ് പറയുന്നത്? ഭഗവാൻ വാസുദേവൻ നേരിട്ട് പറയുക, ഈ 4 വർണ്ണങ്ങളും ഉണ്ടായത് എന്നിൽ നിന്ന് തന്നെയാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ഗീതയിൽ പറയുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ഭാഗവത പുരാണം 11-ാം അധ്യായം 17-ാമത്തെ സർഗം 13-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തൊട്ടടുത്ത വരി ശ്രദ്ധിക്കണം. വർണ്ണാനാം ആശ്രമാണാം ച ജന്മഭൂമ്യനുസാരിണി ആസൻ പ്രകൃതയോ നൃണാം നീചൈർ നീചോത്തമോത്തമൈഹി. വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മത്തിൻ്റെയും ഭേദമനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾ പലതാണ്. അതിൽ താണസ്ഥലങ്ങളിൽ നിന്നുണ്ടായവ താണവയും ഉത്കൃഷ്ട സ്ഥാനത്ത് നിന്നുണ്ടായവ ഉത്കൃഷ്ടങ്ങളുമായി ഭവിച്ചു. അപ്പം നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ പറയുന്നില്ല, കോളനിയിൽ നിന്ന് വരുന്നവരെല്ലാം വളരെ മോശക്കാരായിട്ടാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ഭാഗവത പുരാണ കർത്താവ് പറയുന്നത്. താണസ്ഥലത്ത് നിന്നുണ്ടായവരെല്ലാം അധമ ജന്മാക്കളും ഉത്കൃഷ്ട സ്ഥാനത്ത് നിന്നുണ്ടായവരെല്ലാം ഉത്കൃഷ്ടരുമാണ് എന്ന് പറയുന്ന വളരെ ശ്രേണീകൃതമായ വർണ്ണവംശീയ ജാതിബോധത്തിൻ്റെ ഉടമയാണ് ഭാഗവത പുരാണ കർത്താവ്.
മതാത്മക വംശീയവാദം എന്ന് വേണം ഇതിന് മറ്റൊരു പേരിട്ട് വിളിക്കാൻ. തീർത്തും വംശീയമായ വെറി ഭാഗവത പുരാണ കർത്താവ് വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഉത്തമാംഗത്തിൽ നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും അധമാംഗത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണ് എന്ന് ഈ ഭാഗവത പുരാണം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, ഇത് കലിയുഗമാണെന്നാണല്ലോ പറയുന്നത്. ഈ കലിയുഗത്തിൽ ഭഗവാൻ വാസുദേവൻ അവതരിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാൻ വാസുദേവൻ കലിയുഗത്തിൽ അവതരിക്കും. എന്താണ് ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകത? അതാ നമ്മൾ ഈ സനാതനധർമ്മം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഗവത പുരാണത്തിലെ 12-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്ന കലിയുഗധർമ്മം എന്ന് പറയുന്ന സങ്കല്പം. അത് വിശേഷിച്ച് പരിശോധിക്കേണ്ടതാണ്. ക്ഷീയമാണേഷു ദേഹേഷു ദേഹീനാം കലിദോഷതഃ വർണ്ണാശ്രമവതാം ധർമ്മേ നഷ്ടേ വേദപദേ നൃണാം. ദേഹികളുടെ ദേഹങ്ങൾ കലിദോഷത്താൽ ശക്തിഹീനങ്ങളായി തീരുകയും വർണ്ണാശ്രമികളുടെ വൈദിക ധർമ്മം നഷ്ടപ്രായമാവുകയും ചെയ്യും. ഇപ്പോൾ കലിയുഗമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കലിയുടെ ദോഷം കൊണ്ട് വർണ്ണാശ്രമധർമ്മം ക്ഷയിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ജാതിധർമ്മം നശിക്കാൻ തുടങ്ങും. അപ്പോൾ ഭാഗവത പുരാണ കർത്താവിൻ്റെ വ്യാകുലത എന്താ? ഈ ജാതി വ്യവസ്ഥ തകരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വ്യാകുലത. കൃഷ്ണൻ്റെ ഏറ്റവും വലിയ വ്യാകുലത എന്താണ്? ജാതി വ്യവസ്ഥ തകരുന്നു. എന്തായിരുന്നു ഗീതയിൽ അർജുനൻ്റെ ദുഃഖം? അർജുന വിഷാദ യോഗം എന്നാണല്ലോ പറയുന്നത്. എന്തായിരുന്നു ദുഃഖം? ഈ യുദ്ധത്തിൽ ക്ഷത്രിയ പുരുഷന്മാർ മരിച്ചു പോയാൽ കുലസ്ത്രീകൾ ദുഷിച്ചു പോകും. ഇതായിരുന്നു അർജുനൻ്റെ ദുഃഖം. വേറെ വലിയ ഫിലോസഫിക്കൽ പ്രശ്നമൊന്നും ഗീതയിലില്ല. നമ്മുടെ മനോരമ മാട്രിമോണിയിലും മാതൃഭൂമി മാട്രിമോണിയൽ പേജുകളിലൊക്കെ കാണുന്ന അതേ ദുഃഖമാണ്. അതേ ദുഃഖം എന്താണ്? ആ വിവാഹ പരസ്യങ്ങളിലെ ദുഃഖം. സ്വജാതിയിൽ തന്നെയുള്ള വിവാഹം നടക്കണം, അന്യജാതിയിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. അതിൽ നമ്മളിപ്പോഴും മലയാളികൾ ആകുലരാണ്, ദുഃഖിതരാണ്. സത്യത്തിൽ കേരളീയരെല്ലാം അർജുനന്മാരാണെന്ന് പറഞ്ഞാലും സംശയത്തിന് അവകാശമില്ല, ആശ്ചര്യപ്പെടാനില്ല. അർജുനൻ്റെ വിഷാദയോഗവുമായി കേരളീയർ ഇപ്പോഴും പുരോഗമന വേഷം കെട്ടി ആടുകയാണ്. അവർ പുറമേ മാർസും അകമേ അർജുനന്മാരുമാണ്. അകമേ അർജുനന്, പുറമേ മാർസ്. അകത്തി അർജുനൻ ഇങ്ങനെ തങ്ങളുടെ കുലസ്ത്രീകൾ ദുഷിച്ചു പോകുമെന്നുള്ള വ്യാധിയിൽ കഴിയുക. മലപ്പുറത്ത് അരീക്കോട്ട് മറ്റൊരു പുരുഷനെ ഇഷ്ടപ്പെട്ട തൻ്റെ മകളെ കുത്തിക്കൊല്ലാൻ ഒരു പിതാവിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സനാതന ധർമ്മം അയാളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുക. കുലസ്ത്രീയാഹ ദുഷ്യന്തേ, കുലസ്ത്രീകൾ ദുഷിച്ചു പോകും. തമിഴ്നാട്ടിൽ ഒരു ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോയ പയ്യൻ്റെ കൈ വെട്ടിയത്. എന്താണ് കാരണം? സനാതന ധർമ്മമാണ്. സനാതന ധർമ്മം. ശബരിമലയിൽ ഒരു അബ്രാഹ്മണ മേൽശാന്തിക്ക് പ്രവേശനം അനുവദിക്കത്തില്ല. എന്താ കാരണം? സനാതന ധർമ്മം. കാരണം സനാതന ധർമ്മം ഒരു അബ്രാഹ്മണനെ പൂജാരിയാക്കുവാൻ അനുവദിക്കുന്നില്ല. കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിൽ 96% തസ്തികകളിലും സവർണരാണ് ജോലി ചെയ്യുന്നത്. എന്താണ് കാരണം? സനാതന ധർമ്മം അനുസരിച്ച് സവർണർ മാത്രമേ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കാവൂ. കേരളത്തിൽ ഇപ്പോഴും സനാതന ധർമ്മം പരിപാലിക്കപ്പെടുക. നമ്മൾ 916 പുരോഗമനക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ജാതിയെ അകമേ സംരക്ഷിച്ച് നിലനിർത്തുന്നൊരു സമൂഹമാണ് കേരളീയ സമൂഹം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാതിയെ പരിലാളിച്ച് അകമേ സംരക്ഷിച്ച് നിലനിർത്തുക. ഒരു ക്ലോസ്ഡ് സൊസൈറ്റിക്കകത്തെ ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ് കേരളീയ സമൂഹം. അത് ജാതിയെ പുരോഗമന മുഖം മൂടിയിട്ട് നിലനിർത്തുകയും അകത്ത് അത് ഏറ്റവും ഭംഗിയായി കൊണ്ടാടുകയും ചെയ്യും. ഇതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ പറയും, പാഖണ്ഡ പ്രചുരേ ധർമ്മേ ദസ്യപ്രായേഷു രാജസു ചൗര്യ അനർഥ വൃതാഹിംസ നാനാവൃത്തിഷു വൈ നൃഷു. ധർമ്മം നാസ്തിക സിദ്ധാന്ത പ്രചുരമാവും. കലിയുഗത്തിലെ ധർമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. യുക്തിവാദികളെല്ലാം യോഗം കൂടും, സനാതന ധർമ്മത്തിനെതിരെ മീറ്റിംഗ് നടത്തും. രാജാക്കന്മാർ ചോരപ്രായരാകും, രാജാക്കന്മാരെല്ലാം കള്ളന്മാരാകും. അത് പുതിയൊരു കാര്യമൊന്നുമല്ല. എക്കാലത്തും രാജാക്കന്മാർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഭരണകർത്താക്കളുടെ അവസ്ഥ എന്നും ഇതൊക്കെ തന്നെയായിരുന്നു. ജനങ്ങൾ മോഷണം, അസത്യ, വൃഥാഹിംസ മുതലായ വൃത്തികളോടുകൂടിയവരായും ഇരിക്കും. ഇതാണ് വർണ്ണാശ്രമധർമ്മം തകരുമ്പോഴുള്ള ലക്ഷണമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെ ജാതി വ്യവസ്ഥ തകരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? താ വിഹത്യേ കലേരന്തേ വാസുദേവാനുശിക്ഷിതവും വർണ്ണാശ്രമയുധം ധർമ്മം പൂർവവത് പ്രദയിഷ്യതഃ.
താവിഹത്തെ കലേരന്തെ, കലിയുടെ അവസാനം. ഇപ്പം കലിയുഗം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ വർണ്ണാശ്രമ ധർമ്മം നശിച്ച് അതില്ലാതാകുന്ന ഘട്ടത്തിൽ ജാതി വ്യവസ്ഥ തകർന്ന് ജാതിയുടെ മൂല്യങ്ങൾ, സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ തകർന്ന് തരിപ്പണമായി അതില്ലാതായി പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ വളരെ പെട്ടെന്നൊരു കാര്യം സംഭവിക്കും. താവിഹത്തി കലേരന്തെ, കലിയുടെ അവസാനത്തിൽ അത് സംഭവിക്കും. എന്താണ്? വാസുദേവാനുശിക്ഷിതവും, വാസുദേവനാൽ ശിക്ഷിതരായവർ, നയിക്കപ്പെട്ടവർ, വർണ്ണാശ്രമയുധം ധർമ്മം പൂർവവത് പ്രദൈഷ്യതഃ, വർണ്ണാശ്രമധർമ്മത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ ഭഗവാൻ വാസുദേവൻ അവതരിക്കും. എന്തിനു വേണ്ടിയാണ്? ഈ സനാതന ധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന ജാതി വ്യവസ്ഥയെ നിലനിർത്താനാണ് ഭഗവാൻ വാസുദേവൻ അവതരിക്കാൻ പോകുന്നത് എന്നാണ് ഭാഗവത പുരാണ കർത്താവ് പറഞ്ഞു വെക്കുന്നത്. ചുരുക്കത്തിൽ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണിസമാണ്, ബ്രാഹ്മണിസമല്ലാതെ മറ്റൊന്നല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിനായിട്ട് ഒരു വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദമാണ് അഥർവവേദം. 4 വേദങ്ങളിലൊന്നാണ് അഥർവവേദം. അഥർവവേദത്തിൽ പറയും, നിർവൈ ക്ഷത്രം നയതി ഹന്തി വർച്ചോരഗ്നിരിവാബ്ദോവി ദുനോതി സർവം യോ ബ്രാഹ്മണം മന്യതേ അന്നമേവ സവിഷസ്യ പിബതി തൈമാദസ്യ. ബ്രാഹ്മണൻ്റെ പദാർത്ഥങ്ങൾ ഭക്ഷ്യമായി കരുതുന്നവർ വിഷമാണ് ഭക്ഷിക്കുന്നത്. അയാൾ തൻ്റെ തേജസ് കളഞ്ഞു കുളിക്കുന്നു. ബ്രാഹ്മണനെ ഉപദ്രവിക്കുന്നവൻ ദേവഹിംസകനാണ്. ഇതാണ് അഥർവവേദത്തിൽ പറയുന്നത്. ബ്രാഹ്മണൻ്റെ പദാർത്ഥങ്ങൾ ഭക്ഷ്യമായി മറ്റാരെങ്കിലും കരുതിയാൽ അവർ ഭക്ഷിക്കുന്ന പദാർത്ഥം എന്താണ്? വിഷമാണ്. അതുകൊണ്ട് ബ്രാഹ്മണൻ്റെ ഭക്ഷണത്തിൽ തൊടാൻ പാടില്ല. ശബരിമലയിൽ മേൽശാന്തിയാകാൻ മറ്റാരും ആഗ്രഹിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റൊരു നിലയ്ക്ക് പറഞ്ഞ ഗുരുവായൂർ അമ്പലത്തിൽ സാമ്പാറിൽ കായം കലക്കാൻ ബ്രാഹ്മണൻ തന്നെ വേണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം. നാസ്യാജായ ശതവാഹി കല്യാണി തൽപമയാശയേ യസ്മിൻ രാഷ്ട്രേ നിരുദ്ധ്യതേ ബ്രഹ്മജായാജിത്യ. യാതൊരു രാജ്യത്തിൽ ബ്രാഹ്മണ സ്ത്രീയും പശുവും തഴയപ്പെടുന്നു അവിടെ സാധാരണ നിലയിൽ സുഖിച്ചു കഴിയുന്ന സ്ത്രീകൾക്ക് കട്ടിലിൽ സ്വൈര്യമായി ഉറങ്ങാൻ സാധിക്കുകയില്ല. ഏതൊരു രാജ്യത്തിലാണോ ഒരു ബ്രാഹ്മണ സ്ത്രീയും പശുവും തഴയപ്പെടുന്നത് ആ രാജ്യത്ത് ഒരു സാധാരണ സ്ത്രീക്ക് എവിടെ കിടന്നുറങ്ങാൻ കഴിയില്ല? കട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ കഴിയില്ല. അഥർവവേദത്തിലെ മന്ത്രമാണ്. ഈ മന്ത്രമൊക്കെ ചൊല്ലിയാണ് പുഷ്പാഞ്ജലി ക്ഷേത്രങ്ങളിൽ. മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഈ മന്ത്രമൊക്കെ ചൊല്ലിയാ പുഷ്പാഞ്ജലി. ജിഹ്വാജ്യാ ഭവതി കുൽമലം വാഗ്നാടിക ദന്താസ്തവസാഭിദിഗ്ധ തേഭിർബ്രഹ്മാ വിദ്യതി ദേവപേയൂൻ ഹൃദ്ബലർ ധനുർഭിർ ദേവജൂതൈഹി. ബ്രാഹ്മണൻ്റെ നാക്ക് ഞാണിന് തുല്യമാണ്, വാക്ക് മഴുവിന് തുല്യം, തപോയുക്തമായ പല്ല് ബാണതുല്യം. ദേവന്മാരാൽ പ്രേരിതനായ ബ്രാഹ്മണൻ ഈ ധനുസ്സുകൊണ്ട് ദേവഹിംസകന്മാരെ ബന്ധിക്കുന്നു. അപ്പം ബ്രാഹ്മണൻ്റെ നാക്ക് ഞാണ് പോലെ, വാക്ക് മഴുപോലെ, പല്ലോ ബാണതുല്യം. അപ്പം ദേവന്മാരാൽ പ്രേരിതനായ ബ്രാഹ്മണൻ ഈ ധനുസ്സുകൊണ്ട് ദേവഹിംസകന്മാരെ ബന്ധിക്കുന്നു. നമുക്ക് ഈ അഥർവവേദത്തിൽ നമുക്ക് മറ്റു മനുഷ്യരെ പറ്റി ഒരു നല്ല വാക്ക് പോലും കാണാൻ കഴിയില്ല, ഒരു നല്ല വാക്ക് പോലും. ബ്രാഹ്മണ സ്തുതിയാണ് വേദങ്ങളിൽ നിറയെ. അത് ഋഗ്വേദം എടുത്താലും യജുർവേദം എടുത്താലും സാമവേദം എടുത്താലും അഥർവവേദം എടുത്താലും നിറയെ ബ്രാഹ്മണ സ്തുതിയാണ്. ബ്രാഹ്മണ അവതാരങ്ങളെ വാഴ്ത്തുകയും ബ്രാഹ്മണ്യ നിയമങ്ങളെ ഉല്ലംഘിക്കുകയും ചെയ്യുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്നാണ് ഈ ഗ്രന്ഥങ്ങൾ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേ ബ്രാഹ്മണം പ്രത്യഷ്ടീവൻ ഏവാസ്മിൻ ശുൽക്കമീഷിരേ അസ്നസ്തേ മധ്യേ കുല്യായ കേശാൻ ഘാതന്ത ആസത്തെ. ബ്രാഹ്മണന്മാരിൽ നിന്ന് കരം ആഗ്രഹിക്കുന്നവരും അവരെ തുപ്പുന്നവരും രക്തനദിയിൽ തലമുടിയും മറ്റും തിന്നുകൊണ്ട് നരകത്തിൽ കിടന്ന് പ്രയാസപ്പെടും. ടാക്സ് പിരിക്കാൻ പാടില്ല. ആരിൽ നിന്ന്? ബ്രാഹ്മണനിൽ നിന്ന്. തദ്വൈ രാഷ്ട്രമാസ്രവന്തി നാവം ഭിന്നമിബോധകം ബ്രഹ്മാണം യത്ര ഹിംസന്തി തദ് രാഷ്ട്രം ഹന്തി ദുശ്ചുന.
യാതൊരു രാഷ്ട്രത്തിൽ ബ്രാഹ്മണൻ്റെ ഹിംസ നടക്കുന്നു, അവിടെ തുള വന്ന വെള്ളം താഴുന്നത് പോലെ മുങ്ങി നശിക്കും. ബ്രാഹ്മണനൊരു ദുഃഖമുണ്ടായാൽ തുള വീണ വള്ളം പോലെ ആ രാഷ്ട്രം നശിക്കും എന്നാണ് അഥർവവേദം പറഞ്ഞു വെക്കുന്നത്. യോ വൈ കഷായ സപ്തമധൂനി വേദമധൂൻ ഭവതി ബ്രാഹ്മണശ്ച രാജാശ്ച ധേനൂശ്ച അനഡ്വാംശ്ച വ്രീഹിശ്ച യവശ്ച മധുസപ്തമ. ഋഗ്വേദം 9-ാം മണ്ഡലം 1-ാം അധ്യായം 22 9:1-22 പറയുന്നതാണ്, ബ്രാഹ്മണൻ, ഗോവ്, കാള, ധാന്യം, യവം, മധു, രാജാവ് ഇവ ഏഴും തേനാകുന്നു. ഇവ ഏഴും തേനാകുന്നു. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ തേനാണ്, പാലാണ്, മുത്താണ്, ചക്കരയാണെന്നൊക്കെ പറയാറില്ലേ എന്ന് പറയുന്ന പോലെ അഥർവവേദത്തിൽ പറയുന്നതാണ്, ബ്രാഹ്മണൻ, ഗോവ്, കാള, ധാന്യം, യവം, മധു, രാജാവ് ഇവ ഏഴും തേനാകുന്നു. ഇതൊക്കെ ആർക്കാ തേനാകുന്നത് നമ്മൾ പരിശോധിക്കണം. എന്തായാലും ഇന്ത്യയിലെ കീഴാളർക്കോ ദളിതർക്കോ ബഹുജനങ്ങൾക്കോ അല്ല. അതുകൊണ്ട് പൊയ്കയിൽ അപ്പച്ചൻ ഒരിക്കൽ പറഞ്ഞു, ഈ വേദത്തിൽ ദളിതരില്ല, ബ്രാഹ്മണർ മാത്രമേ ഉള്ളൂ. ബ്രാഹ്മണസ്തുതി മാത്രമാണ് ഇത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ഇത് വിശദീകരിക്കുന്നതിന് കാരണം, ഒരു ബ്രാഹ്മണ കേന്ദ്രിതമായ സമൂഹമാണ് സനാതനധർമ്മത്തിൻ്റെ സാമൂഹ്യ സങ്കല്പം. സനാതനധർമ്മത്തിനൊരു സാമൂഹ്യ സങ്കല്പമുണ്ട്. സനാതനധർമ്മത്തിൻ്റെ സാമൂഹ്യ സങ്കല്പം അനുസരിച്ച് ബ്രാഹ്മണൻ ഏറ്റവും മുകളിലും ശൂദ്രൻ ഏറ്റവും താഴെയാണ്. ഇപ്പം രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടല്ലോ, ഗാന്ധിയുടെ ഏറ്റവും മഹത്തായ ആദർശ സങ്കല്പം എന്ന് പറയുന്നത് രാമരാജ്യമാണ്. ഈ രാമരാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? രാമരാജ്യത്തെപ്പറ്റി വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ പറയുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ പറയുന്നത്, ബ്രാഹ്മണരെ ക്ഷത്രിയർ സേവിക്കുക, ഈ ദ്വിജന്മാരെ ശൂദ്രർ സേവിക്കുക. ഇങ്ങനെ ശ്രേണീകൃതമായിട്ട് സേവക മനോഭാവത്തിൽ സ്വാമിദാസ ബന്ധത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥാക്രമമാണ് സനാതനധർമ്മത്തിൻ്റെ സാമൂഹ്യ സങ്കല്പം എന്ന് പറയുന്നത്. ഈ സനാതനധർമ്മത്തിൻ്റെ സാമൂഹ്യ സങ്കല്പം അനുസരിച്ച് അധികാരവും ഭരണവും അധികാര കുത്തകളുമെല്ലാം സവർണരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും ഇന്ത്യയിലെ ആദിവാസികളും ദളിതരും ബഹുജനങ്ങളും മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും എല്ലാം തന്നെ സമ്പൂർണ്ണമായി പുറന്തള്ളപ്പെടുന്നൊരു വ്യവസ്ഥാക്രമത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതിപ്പോഴും നിലനിൽക്കുകയല്ലേ? ഇപ്പോഴും അത് തുടരുകയല്ലേ? ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ 96% സവർണരാണെന്ന് മാനവഭൂഷേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നു. അങ്കുർ പലീവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% അധ്യാപക തസ്തികകളിലും ജോലി ചെയ്യുന്ന സവർണരാണെന്ന്. കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിൽ 97% അധ്യാപക തസ്തികകളിലും സവർണരാണ് ജോലി ചെയ്യുന്നത്, വേറെ ആരും ഇല്ല. അപ്പം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയൊരു ഭൂതകാലമല്ല, വർത്തമാനത്തിൽ നമ്മെ പിടിമുറുക്കിയിരിക്കുന്ന വ്യവസ്ഥാക്രമത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, അത് സവർണ ഒളിഗാർക്കിക്കൽ ഭരണവ്യവസ്ഥയുടെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ചാതുർവർണ്ണ്യത്തെ അതിൻ്റെ അടിസ്ഥാനപരമായ ആശയമായി സ്വീകരിച്ചുകൊണ്ട് സവർണ ഒളിഗാർക്കിക്കൽ ഭരണം നിലനിർത്തുന്നതിനുള്ള ആശയോപാധിയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ 1-ാം ഭാഗം അവസാനിപ്പിക്കുക. ഈ സനാതനധർമ്മത്തിൻ്റെ വക്താവായി പ്രയോക്താവായി നാരായണ ഗുരുസ്വാമികളെ മാറ്റിയെടുക്കാനുള്ള കുൽസിതമായ പരിപാടികളാണ് നടന്നു വരുന്നത്. ചാതുർവർണ്ണ്യം, ആ ചാതുർവർണ്ണ്യ വർണ്ണാശ്രമ ധർമ്മമാണ് ബ്രാഹ്മണിസം. ആ ബ്രാഹ്മണിസത്തിൻ്റെ പേരാണ് സനാതനധർമ്മം. ഈ സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രോക്താവും ആക്കി ആരെ മാറ്റുന്നു? നാരായണ ഗുരുസ്വാമികളെ മാറ്റിയെടുക്കാനുള്ള കുൽസിതമായ ശ്രമം നടത്തി വരുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായി അവതരിപ്പിക്കുന്നത്. അതിന് നാരായണ ഗുരുവിൻ്റെ ചില ഭാഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിച്ച് ഗുരുവിനെ സനാതനത്വത്തിൻ്റെ വക്താവാക്കാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ ഗുരു എന്താണ് ചെയ്തത്? ഗുരു ചെയ്തത് സാഹോദര്യം, സ്നേഹം തുടങ്ങിയ സനാതന മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഗുരു നിലകൊണ്ടത്. ഗുരു സാഹോദര്യത്തെയും സ്നേഹത്തെയുമാണ് സനാതനമായി കണ്ടത്, ശാശ്വതമായി കണ്ടത്.
1925 CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരു ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഗുരു പറഞ്ഞു, സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല. സാഹോദര്യത്തിന് മുഹമ്മദ് മതവും സ്നേഹത്തിന് ക്രിസ്തു മതവും മുഖ്യത കൽപ്പിക്കുന്നു. എന്നാൽ സാഹോദര്യം സ്നേഹത്തെയും സ്നേഹം സാഹോദര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം, അതല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന് വിവാദമുണ്ടാക്കുന്നുവെങ്കിൽ അതിനെ വൃഥാ വിവാദം എന്നല്ലാതെ പറയാൻ തരമുണ്ടോ? സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. ഇതാണ് 1925 നാരായണ ഗുരുസ്വാമികൾ CV-യോട് പറഞ്ഞത്. സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ സാഹോദര്യവും സ്നേഹവും തുല്യപ്രധാനങ്ങളാണ്. ആ സാഹോദര്യത്തെയും സ്നേഹത്തെയും തുല്യപ്രധാനമായി കാണുന്ന മുഹമ്മദ് മതവും ക്രിസ്തു മതവും തുല്യമാണ്. അത് തമ്മിൽ പോരടിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്തു മതത്തിൻ്റെ സാരം എന്താണ്? സ്നേഹമാണ്. ഇസ്ലാം മതത്തിൻ്റെ സാരം എന്താണ്? സാഹോദര്യമാണ്. ചരിത്രത്തിൽ അതെങ്ങനെ പ്രവർത്തിച്ചു, അതിൻ്റെ ആചാരബദ്ധത എന്താണ്, അതിൻ്റെ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഗുരു പറഞ്ഞ ആ തത്വത്തിലേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ഇവിടെ സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് പറഞ്ഞതിലൂടെ സ്നേഹത്തെയും സാഹോദര്യത്തെയും ശാശ്വതമായ മൂല്യമായി, ഉന്നതമായ മൂല്യവ്യവസ്ഥയായി ഗുരു ദർശിച്ചു. മതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന മൂല്യമായി ഗുരു സ്നേഹത്തെയും സാഹോദര്യത്തെയും പരിഗണിച്ചു. മതം അങ്ങനെയാണോ നിലനിൽക്കുന്നത് വേറൊരു പ്രശ്നമാണ്. പക്ഷേ ഗുരു അങ്ങനെ ദർശിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഹിന്ദുമതം സമം സനാതനധർമ്മം എന്ന വ്യാഖ്യാനത്തെ ഗുരു അംഗീകരിക്കുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. സനാതനധർമ്മം ഈസിക്കൽ ടു ഹിന്ദുധർമ്മം സമം ഗുരു. ഇതാണ് ഇപ്പോഴത്തെ പുതിയ സമവാക്യം. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദുധർമ്മമാണെന്ന് പറയുക, അത് എന്താണെന്ന് പറയുക, അത് ഗുരു അതിനെ അംഗീകരിച്ചു എന്ന് പറയുക. ഗുരു ഇവിടെ അങ്ങനെ അംഗീകരിച്ചിട്ടേ ഇല്ല. 25 സംഭാഷണം വളരെ വ്യക്തമായി തെളിവ് രൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. കേരളാകൗമുദി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണെന്ന് അരുളിയതിലൂടെ മതഭേദങ്ങളെയും മതങ്ങൾ തമ്മിലുള്ള ഉച്ചനീചത്വത്തെയും ഗുരു നിരാകരിച്ചു. മതം എന്നാൽ അഭിപ്രായമാണെന്ന് ഉരച്ച ഗുരു മതത്തെ വ്യക്തിയുടെ സ്വാതന്ത്ര്യമായി കണ്ടു. ഹിന്ദുവായ രാമനും ഹിന്ദുവായ കൃഷ്ണനും ഒരു മതമല്ല വിശ്വസിക്കുന്നത്. 20 കോടി ഹിന്ദുക്കൾക്ക് 20 കോടി മതങ്ങൾ ഉണ്ടെന്ന് വന്നുകൂടും. ഗുരു CV-യോട് പറഞ്ഞതാണ്. എന്ന് പറയുന്നതിലൂടെ ഗുരു മതത്തെ സംഘടിത ബോധ്യം എന്നതിൽ നിന്നും വ്യക്തിബോധ്യമാക്കി വ്യക്തി സ്വാതന്ത്ര്യമായി ഉപദർശിച്ചു. സനാതനധർമ്മം എന്താണ് ചെയ്യുന്നത്? സനാതനധർമ്മം നിങ്ങളെ ശൂദ്രനായി സ്ഥാനപ്പെടുത്തിയാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ശൂദ്രനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ശൂദ്രന് ഏതൊക്കെ രീതിയിൽ വിശ്വസിക്കാമെന്ന് മനുസ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയും തന്ത്രഗ്രന്ഥങ്ങളും പറഞ്ഞു വച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ ജീവിക്കാൻ സനാതനധർമ്മം അനുവദിക്കുന്നുള്ളൂ. പക്ഷെ ഗുരു എന്താണ് ചെയ്യുന്നത്? ഗുരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് മൂല്യം കൽപ്പിക്കുന്നു. ഗുരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് മൂല്യം കൽപ്പിക്കുകയും ആ വ്യക്തി സ്വാതന്ത്ര്യം അനുസരിച്ച് 20 കോടി ഹിന്ദുക്കൾക്ക് 20 കോടി മതങ്ങളുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നു. ഗുരുദർശനം തിരിച്ചറിഞ്ഞ സത്യവ്രത സ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സത്യവ്രത സ്വാമികളുടെ പ്രസ്താവന ഇങ്ങനെയാണ്: ലോകത്തിൽ ഇതേവരെ ഉണ്ടായിട്ടുള്ള മതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേതെന്ന് രാമന് വേണ്ടി കൃഷ്ണൻ തീരുമാനിക്കുന്ന സമ്പ്രദായം ഉപേക്ഷിച്ച് ഭിന്ന മതങ്ങൾ പഠിച്ചറിഞ്ഞ ശേഷം രാമന് വേണ്ടി രാമനും കൃഷ്ണന് വേണ്ടി കൃഷ്ണനും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം രാമകൃഷ്ണന്മാർക്ക് നൽകണം. എന്നാൽ രാമകൃഷ്ണന്മാർക്ക് തീരുമാനം വിവേകപൂർവം ചെയ്യുന്നതിനുള്ള പൂർണ്ണമായ സൗകര്യം നാം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഇതാണ് സത്യവ്രത സ്വാമികൾ പറഞ്ഞത്. രാമൻ്റെ മതം ആരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല? കൃഷ്ണനിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കൃഷ്ണൻ്റെ മതം രാമനിലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. രാമനും കൃഷ്ണനും അവരേത് മതത്തിൽ വിശ്വസിക്കണമെന്ന് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള ഒരു സ്വതന്ത്രമായ പ്രതലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞത്. ആ ആശയം മനസ്സിലാക്കി സത്യവ്രത സ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ കാതലായി ആമുഖ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ സനാതനധർമ്മം എന്തിനു അനുവദിക്കുന്നില്ല? നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള വിശ്വാസ സ്വാതന്ത്ര്യം പുൽകുവാൻ സനാതനധർമ്മം ആരെയും അനുവദിക്കുന്നില്ല.
നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ സനാതനധർമ്മം അനുവദിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? ജാതി മാറിയുള്ള വിവാഹം സനാതനധർമ്മം അനുവദിക്കുമോ? ഒരു ശൂദ്ര സ്ത്രീയെ ഒരു സവർണ പുരുഷൻ വിവാഹം കഴിക്കാൻ സനാതനധർമ്മം അനുവദിക്കുന്നില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീയെ ശൂദ്ര പുരുഷൻ വിവാഹം കഴിക്കാൻ സനാതനധർമ്മം അനുവദിക്കുന്നില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീയെ ശൂദ്രൻ പ്രാപിച്ചാൽ ബ്രാഹ്മണ സ്ത്രീയുടെ തല മുട്ടയടിച്ച് അവരെ നഗ്നയാക്കി ശരീരത്തിൽ നെയ്യും തേനും തേച്ച് പിടിപ്പിച്ച് നഗരപ്രദക്ഷിണം ചെയ്യിക്കണമെന്നും ഈ ശൂദ്രൻ്റെ ലിംഗം ഛേദിച്ച് തിളയ്ക്കുന്ന പ്രതിമയിൽ ആലിംഗനം ചെയ്യിപ്പിച്ച് കത്തുന്ന തീയിൽ എറിഞ്ഞു കളയണമെന്നാണ് ധർമ്മസൂത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സനാതനധർമ്മം കേട്ടോ. വലിയ ശ്രേഷ്ഠമായ ധർമ്മമാണെന്നാണ് പറയുന്നത്. ധർമ്മസൂത്രം എന്ന് പറയുന്ന സൂത്രങ്ങളിൽ കഠിന ക്രിയകളാണ്. എന്തിനേറെ പറയുന്നു, കേരളത്തിൽ രചിക്കപ്പെട്ട വ്യവഹാരമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ഒരു സവർണ സ്ത്രീയെ ഒരു അവർണ പുരുഷൻ പ്രാപിച്ചാൽ സവർണ സ്ത്രീയുടെ യോനി പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്ന് എഴുതിയ പുസ്തകമാണ് കേരളത്തിലെ വ്യവഹാരമാല. ഈ വ്യവഹാരമാല തിരുവിതാംകൂറിൻ്റെ ഭരണഘടനയാക്കാൻ ഒരു ഉമയമ്മറാണി ആഗ്രഹിച്ചിരുന്നു എന്ന വ്യവഹാരമാല പ്രസിദ്ധീകരിച്ച സമയത്ത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വ്യവഹാരമാലയുടെ ആമുഖത്തിൽ എഴുതുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെ ഭരണഘടന ആക്കാൻ ആഗ്രഹിച്ച പുസ്തകമാണ് വ്യവഹാരമാല. എന്നാലോചിച്ച് നോക്കൂ. ഇതായിരുന്നു സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മതം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുന്നതിന് ഗുരു എതിരായിരുന്നു. സനാതനധർമ്മം അടിച്ചേൽപ്പിക്കലിൻ്റെ മതമാണ്. വിശ്വാസ സ്വാതന്ത്ര്യത്തിനായി ഗുരു നിലകൊണ്ടു. പള്ളുരുത്തിൽ വെച്ച് കൂടി SNDP യോഗത്തിൻ്റെ 24ാം വാർഷിക സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികൾ ഇപ്രകാരം എഴുതി: സമുദായ സംഘടനയെപ്പറ്റിയും മതപരിഷ്കാരത്തെപ്പറ്റിയും നിങ്ങൾ ഗൗരവമായി ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്ന് അറിയുന്നത് വളരെ സന്തോഷം തന്നെ. എന്നാൽ സംഘടനകളുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കാനായിരിക്കരുത്. മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതസംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തിൽ ചേരുന്ന ശ്രമം മാത്രമായി കലാശിക്കരുത്. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. സനാതനധർമ്മം ഇങ്ങനെ എല്ലാ മനുഷ്യരെ ഒന്നായി ചേർക്കുന്നതാണോ? അല്ല. സനാതനധർമ്മം മനുഷ്യരെ 4ആയി തരംതിരിച്ച് 4 കള്ളികളിലാക്കി അസമത്വം സൃഷ്ടിക്കുന്ന വ്യവസ്ഥയാണ് സനാതനധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രാഹ്മണിസം. മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരു ഉത്തമമായ ആദർശത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കണം. ഗുരുവിൻ്റെ വാക്കുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ് അടുത്തത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു. ഈ വാക്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. ഈ ചാനൽ ചർച്ചകളിലും മറ്റും ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞൊരു വിദ്വാൻ ഗുരു സനാതനധർമ്മത്തെ അനുകൂലിച്ചു എന്നുദ്ധരിക്കുന്നതിന് വേണ്ടി 1925 CV കുഞ്ഞിരാമൻ്റെ സംഭാഷണവും ഈ പള്ളുരുത്തിയിലെ സംഭാഷണമാണ് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യൂട്യൂബ് ചാനലിലും ഒക്കെ തന്നെ ഉപയോഗിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയ എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുകളിലും താഴെയുള്ള വാചകങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് തൻ്റെ വാദത്തെ സമർത്ഥിക്കുന്ന വാക്കുകൾ മാത്രം എടുക്കുക എന്ന് പറയും. സെലക്റ്റീവ് റീഡിംഗ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഉന്നയിക്കുന്ന വാദത്തിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള വാചകങ്ങൾ എടുക്കുകയും മുകളിലും താഴെയും പറഞ്ഞ വാചകങ്ങളൊക്കെ ഒന്ന് വിട്ടുകളയുക. അങ്ങനെയാണ് ക്രിസ്തുമതത്തിൻ്റെ സാരം സ്നേഹമാകുന്നു, ഇസ്ലാം മതത്തിൻ്റെ സാരം സാഹോദര്യമാകുന്നു എന്നുള്ള വാക്ക് അദ്ദേഹം അങ്ങ് വിട്ടുകളഞ്ഞു. അത് അദ്ദേഹം മിണ്ടുന്നേയില്ല. സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് പറയുന്ന വാചകം മാത്രം എടുക്കുന്നു. അതിന് മുകളിലോട്ടുള്ള വാചകമൊന്നും അദ്ദേഹം വായിക്കുന്നില്ല. 2, പള്ളുരുത്തിയിലും അദ്ദേഹം നാരായണ ഗുരു സനാതനധർമ്മത്തെ അനുകൂലിച്ചു എന്ന് പറയുന്നു. അനുകൂലിച്ചു എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷേ പള്ളുരുത്തിയിലെ ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതനധർമ്മത്തിൽ ഒരു ജാതി ഉണ്ടോ? ഞാൻ അതുകൊണ്ടാണ് അഥർവവേദം ഉദ്ധരിച്ചു, മനുസ്മൃതി, ഭാഗവത പുരാണം, ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഉദ്ധരിക്കുക. അതിനെയൊക്കെ സംബന്ധിച്ച് ഒരു 2 മണിക്കൂർ പ്രഭാഷണം നടത്താനുള്ള വിഷയമുണ്ട്. അത് ഓൾറെഡി നടത്തിയിട്ടുമുണ്ട്. ആ ഗ്രന്ഥങ്ങളിലെല്ലാം ഒരു ജാതി എന്ന് പറയുന്നൊരാശയം നമുക്ക് കാണാൻ കഴിയുമോ? മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണെന്ന് പറയുന്നൊരാശയം മനുസ്മൃതിയിൽ, യാജ്ഞവൽക്യ സ്മൃതിയിൽ, ഭാഗവത പുരാണത്തിൽ, മഹാഭാരതത്തിൽ, രാമായണത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? ഉപനിഷത്തിൽ കാണാൻ കഴിയുമോ?
എങ്ങുമില്ല. അത് റാഡിക്കലായിട്ട് ആദ്യം ഈ ഒരാശയം പറയുന്ന മഹാത്മാ ഫൂലെയാണ്. വളരെ റാഡിക്കലായിട്ട് പറയുന്നു മഹാത്മാ ഫൂലെ. ബ്രാഹ്മണിസത്തിൻ്റെ ആശയങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മനുഷ്യനെന്ന് പറയുന്ന ആശയത്തെ മഹാത്മാ ഫൂലെ ഉയർത്തിപ്പിടിച്ചു. പിന്നീട് നമ്മൾ കേരളത്തിലത് ഈ ആശയം ഉയർത്തിപ്പിടിച്ച മഹാത്മാവായിരുന്നു നാരായണ ഗുരുസ്വാമി. അദ്ദേഹം പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതന ധർമ്മം. ഒരു ജാതി എന്താണെന്ന് ഗുരു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതൃഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണാം മനുഷ്യത്വം ജാതി. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി. ഗുരു തന്നെ പിന്നീട് ഒരിക്കൽ പറഞ്ഞു, എഴുതി, പേരൂരു തൊഴിലീ മൂന്നും പോരുമായത് കേൾക്കണം, ആരു നീ എന്ന് കേൾക്കണ്ട, നേരുമെയ് തന്നെ ചൊൽകയാൽ. പേര്, ഊര്, തൊഴിൽ, ഇത് പോരും. ഇത് മൂന്നും നമ്മൾ അറിഞ്ഞാൽ മതി ഒരാളുടെ. പിന്നെന്തറിയണ്ട? ജാതി ഏതെന്ന് കേൾക്കണ്ട, നേരുമെയ് തന്നെ ചൊൽക. ആര് നീ എന്ന് കേൾക്കണ്ട, നേരുമെയ് തന്നെ ചൊൽകയാൽ. നീ ആരാണ് എന്ന് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മുടെ ശരീരം തന്നെ ഉദ്ഘോഷിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അത് ചോദിച്ചറിയേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് ചോദിച്ചറിഞ്ഞൊരു മഹാൻ രാമായണത്തിലുണ്ട്. അതാരാണ്? അത് സാക്ഷാൽ ശ്രീരാമനാണ്. ത്യാഗരാജൻ്റെ ജഗദാനന്ദകാരകൻ. നമ്മുടെ ചില വിപ്ലവകാരികൾക്കും ജഗദാനന്ദകാരകനായ രാമൻ. ആ രാമൻ ശംഭൂകനോട് ചോദിച്ചു, താങ്കളുടെ ജാതി ഏതാണ്? ശൂദ്രനിങ്ങനെ തലകീഴായിട്ട് തപസ് ചെയ്യുക. തപസ് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? താങ്കളുടെ ജാതി ഏതാണ്? കസ്യാം യോന്യ, താങ്കൾ ഏത് യോനിയിലാണ് പിറന്നത്? യോനി എന്ന് പറഞ്ഞാൽ ജാതി എന്നുള്ള അർത്ഥത്തിലാണ്. ശൂദ്രയോനിയിലാണോ, വൈശ്യയോനിയിലാണോ, ബ്രാഹ്മണ യോനിയിലാണോ എന്നർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ശംഭുകൻ പറഞ്ഞു, ഞാൻ ശൂദ്രയോനിയിലാണ്. പേരിന് പോലും പ്രസക്തിയില്ല. ശംഭുകൻ്റെ പേരെന്താണെന്ന് പോലും ആര് ചോദിക്കുന്നില്ല, രാമൻ ചോദിച്ചിട്ടില്ല. ജാതി ഏതാണെന്നാണ് രാമൻ ചോദിക്കുന്നത്. രാമപാദം ചേരണേ മുകുന്ദ രാമ ബാഹിമ. വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇന്ത്യയിലെ കീഴാളരും ദളിതരും ഒക്കെ തന്നെ ഈ രാമപാദം ചേരണേന്ന് സന്ധ്യയ്ക്ക് ചൊല്ലിയാൽ വല്ല നിവൃത്തിയുണ്ടോ? ജാതി ഏതെന്ന് ചോദിച്ചിട്ട് ആ വാളെടുത്ത് പെടലിക്ക് അങ്ങോട്ട് വെച്ച് തരും. അതുകൊണ്ടാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ കോട്ടയത്തെ SNDP യോഗത്തിൻ്റെ വാർഷിക യോഗം നടക്കുന്ന അവസരത്തിൽ എല്ലാവരും രാമനാമം ജപിക്കണമെന്ന് ആവശ്യപ്പെട്ടു പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ. ഉടനെ തന്നെ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ക്രോധാവിഷ്ടനായി പോരാളി അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നിങ്ങൾ പറയുന്ന രാമൻ ആ ദശരഥപുത്രനായ രാമൻ തന്നെ അല്ലേ? വേറെ രാമന്മാരുടെ ചരിത്രമൊന്നും അല്ലല്ലോ നിങ്ങൾ പറയുന്നത്. ആ ദശരഥപുത്രനായ രാമനെ പറ്റി തന്നെയല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. സി കേശവൻ അതിനെപ്പറ്റി പിന്നീട് എഴുതിയിട്ടുണ്ട്. പണ്ഡിറ്റും മറ്റും സഹോദരൻ്റെ ആ ചോദ്യത്തിൽ തീർത്തും അസ്വസ്ഥനായി എന്നാണ് സി കേശവൻ ആ സന്ദർഭത്തെപ്പറ്റി പിന്നീട് ഓർത്തെടുക്കുന്നത്. പണ്ഡിറ്റ് വന്നു എന്നും പറഞ്ഞ് സഹോദരൻ അയ്യപ്പൻ പിന്നീട് ഒരു ലേഖനം എഴുതി. അതിൽ അദ്ദേഹം പറയുന്നത്, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും ഈയമുരുക്കി ഒഴിക്കലും നാക്കറുക്കലും തുടങ്ങുവാൻ മടിക്കയില്ലെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന്. ഇപ്പം രാമരാജ്യം വന്നാൽ എന്താ സംഭവിക്കുക? ഈ സനാതന ധർമ്മം വളരെ കൃത്യമായിട്ട് പരിപാലിക്കാനുള്ള ശ്രമം നടത്തും. ആ ശ്രമത്തിനെതിരെയുള്ള പോരാട്ടമാണ് നാരായണ ഗുരുസ്വാമികളുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നത്. ഈ സനാതന ധർമ്മത്തിനെതിരെയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മഹാത്മാ ഫൂലെയുടെയും ഡോക്ടർ BR അംബേദ്കറിൻ്റെയും നേതൃത്വത്തിൽ നടന്നത്. അപ്പോൾ അംബേദ്കർ പറയുന്നുണ്ട്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നുണ്ട്, ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് തന്നെയാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ അദ്ദേഹം എഴുതിയത്. രാമൻ ഏറ്റവും നീചനായ മനുഷ്യനാണെന്നാണ് റിഡിൽസ് ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡോക്ടർ BR അംബേദ്കർ എഴുതിയത്. ഏറ്റവും നീചനായ മനുഷ്യൻ. എങ്ങനെയാണ്? സ്വന്തം ഭാര്യയായ സീതയെപ്പോലും ചതിച്ചു. എന്തിനു വേണ്ടി? സനാതന ധർമ്മത്തിനു വേണ്ടി.
സനാതന ധർമ്മ വ്യവസ്ഥയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയായ സീതയെപ്പോലും ചതിച്ചു. ഇപ്പം സനാതനധർമ്മം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കേൾക്കേണ്ട കാര്യമായത്. ഈ ത്രൈവർണിക പുരുഷാധിപത്യമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജാതി, മനുഷ്യരെല്ലാം ഒരു ജാതിയാണെന്ന് പറയുന്ന സങ്കല്പം ഗുരു ആദ്യമായി കേരളത്തിൻ്റെ മണ്ണിൽ ആവിഷ്കരിച്ചു. സനാതനധർമ്മത്തിനെതിരെ ഒരു മതം എന്നാൽ അഭിപ്രായമാണെന്ന് ഗുരുസ്വാമികൾ പല ഗുരു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഒരു ദൈവം എന്ന് പറയുന്ന ആശയം? ഗുരു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ദൈവദശകം എഴുതിയപ്പോൾ സഹോദരൻ അയ്യപ്പൻ സയൻസ് ദശകം എഴുതി. ഗുരു പറഞ്ഞോ ഇനിയും ദൈവദശകത്തോടൊപ്പം സയൻസ് ദശകവും കൂടി വായിക്കാവുന്നതാണ്. അങ്ങനെ പറഞ്ഞു ഗുരുസ്വാമികൾ. അപ്പോൾ വിശ്വാസ സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ സ്വതന്ത്രമായ ബുദ്ധിയെ വളർത്തുന്ന ചിന്താ പദ്ധതിയാണ് ഗുരുസ്വാമികൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള സനാതന ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ജയ് ശ്രീരാം വിളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തല മുണ്ടനം ചെയ്യുമെന്നും നിങ്ങളെ തല്ലിക്കൊല്ലുമെന്നും പറയുന്നത് ഏത് ധർമ്മമാണ്? സനാതന ധർമ്മമാണ്. സനാതന ധർമ്മം നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ജയ് ശ്രീരാം വിളിച്ചില്ലെങ്കിൽ നിങ്ങളെ തല്ലിക്കൊല്ലുന്നത്. വഖഫ് ബില്ല് പാർലമെൻറ്റിൽ വായിക്കുമ്പോൾ ആ ബില്ല് ടേബിളിലേക്ക് വരുമ്പോൾ ജയ് ശ്രീരാം വിളിക്കുന്നത് യാദൃശ്ചികമല്ല, നമ്മൾ മനസ്സിലാക്കണം. യാദൃശ്ചികമല്ല അത് വഖഫ് ബില്ല് അവതരിപ്പിക്കുന്നതിൻ്റെ സമ്പൂർണ്ണമായ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് ജയ് ശ്രീരാം കടന്നു വരുന്നത്. ജയ് ശ്രീരാം എന്നത് സനാതന ധർമ്മത്തിൻ്റെ മറ്റൊരു പേരാണ്. ശ്രീരാമൻ ഹിന്ദുത്വവാദികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമായി മാറുന്നതിന് കാരണം അദ്ദേഹം പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ആജീവനാന്തം പ്രവർത്തിച്ചതെന്ന് രാമായണം വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും. താടകയെ വധിക്കുന്ന എന്തിനാണ്? രാമൻ ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ടപരാക്രമ, പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് രാമൻ താടകയെ വധിക്കുന്നത് എന്ന് വാൽമീകി രാമായണം വ്യക്തമാക്കുന്നു. ഭാര്യയെ കൊന്ന എന്തിനാണ്? മനുവിൻ്റെ വാക്യങ്ങൾ വിലമതിച്ചുകൊണ്ടാണ് താൻ ബാലിയെ വധിക്കുന്നത് എന്ന് വാൽമീകി രാമായണത്തിൽ രാമൻ പറയുന്നത് ബാലിയോട് തന്നെ പറയുന്നത്. ഞാൻ മനുവിൻ്റെ വാക്യമനുസരിച്ചാണ് നിന്നെ വധിച്ചത് എന്ന്. ഇങ്ങനെ നമ്മൾ ഏത് നിലകളിൽ പരിശോധിച്ചാലും, ശൂർപ്പണഖയുടെ വധമാകട്ടെ, ശംഭൂകൻ്റെ വധമാകട്ടെ, രാവണനെ വധിച്ചതാവട്ടെ, രാവണനെ വധിക്കുന്ന രംഗത്ത് യുദ്ധകാണ്ഡത്തിൽ പറയുന്നുണ്ട് ബ്രാഹ്മണ രക്ഷയ്ക്കായിട്ടാണ് രാവണനെ വധിക്കുന്നത് എന്ന് വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഹിന്ദുത്വവാദികൾക്ക് രാമൻ ഏറ്റവും പ്രിയങ്കരനായ ദൈവമായി മാറുന്നതിന് കാരണം ഈ ചാതുർവർണ്ണ്യ ബ്രാഹ്മണിസത്തിൻ്റെ താല്പര്യ സംരക്ഷകനാണ് രാമൻ. അതുകൊണ്ടാണ് രാമൻ ഹിന്ദുത്വവാദികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവമായി മാറുന്നതും. അതുകൊണ്ടാണ് കരുണയില്ലാതെ അവിടെ നിലനിന്ന ഒരു പള്ളി തകർത്ത് മുച്ചൂടും തവിടുപൊടിയാക്കി അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ ബ്രാഹ്മണിസ്റ്റുകളെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ആശയം ഹിംസയുടെ ആശയമായതുകൊണ്ടാണ്. ബ്രാഹ്മണിസത്തിന് സഹിഷ്ണുതയില്ല, ഹിംസ മാത്രമേ ഉള്ളൂ. വാൽമീകി രാമായണത്തിൽ പറയും, യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ആളുകളുടെ കരച്ചിലുകളും തേങ്ങലുകളും തന്ത്രീലയ സമന്വിതം എന്നാണ് പറയുന്നത്. വീണ വായിക്കുന്നത് പോലെ മനോഹരമായിട്ട് അനുഭവപ്പെടുന്നു എന്നാണ് വാൽമീകി രാമായണത്തിൽ യുദ്ധരംഗത്തെ പറ്റി പറയുന്നത്. പക്ഷേ വാൽമീകിയെ പറ്റി പിന്നീട് കാളിദാസൻ പറഞ്ഞ എന്താണ്? കരച്ചിലിന് പിന്നാലെ പാഞ്ഞ കവി. കാളിദാസൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നേ ഞാൻ പറയത്തുള്ളൂ. കാളിദാസൻ തെറ്റിദ്ധരിക്കാൻ കാരണം എന്താണ്? ഈ യുദ്ധകാണ്ഡം നല്ലോണം വായിച്ചു നോക്കിയാൽ വ്യക്തമാകും. അദ്ദേഹം കരച്ചിലിന് പിന്നാലെ പാഞ്ഞിട്ടില്ല. കരച്ചിലിൻ്റെ ഈ ദുഃഖം, ചോരയും ദുഃഖവും തളം കെട്ടി നിൽക്കുമ്പോൾ ആ ചോരവാർന്ന മണ്ണ് തന്ത്രീലയ സമന്വിതം ആയിട്ട് ആഘോഷിച്ച ഒരു കവിയെ നമുക്ക് വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിൽ നമുക്ക് കാണാൻ പറ്റും. വേടൻ കേവലം, ഇപ്പം വേടൻ ഈ പക്ഷികളെ ക്രൗഞ്ചം ഇതിനങ്ങളെ കൊന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോഴത്തേക്കും വാൽമീകിക്ക് അങ്ങ് ദുഃഖം ഉണർന്നു എന്നാണ് പറയുന്നത്. യത് ക്രൗഞ്ചം ഇതുനാദേകം അവധി കാമമോഹിതം മാനിഷാദ പ്രതിഷ്ഠാത്മകമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചം ഇതിനാദേകം അവധി കാമമോഹിതം. മാനിഷാദ അരുത് കാട്ടാള,
അല്ലെങ്കിലും കാട്ടാളനോട് ആർക്കും പറയാരുതെന്ന്. പക്ഷേ വാൽമീകി രാമായണത്തിൽ ഒരിടത്തും ഈ ജാതി വ്യവസ്ഥ അരുത് എന്ന് വാൽമീകി രാമായണത്തിൽ എവിടെയും പറയുന്നില്ല. ഞാൻ ഹിന്ദുത്വവാദികളെ വെല്ലുവിളിക്കുക, ജാതി വ്യവസ്ഥ അരുത് എന്ന് പറയുന്ന വാൽമീകി രാമായണത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? കാണാൻ കഴിയത്തില്ല. അരുത് കാട്ടാളെന്ന് പറയുമ്പോൾ നമ്മളല്ല, പണ്ട് ചില സാംസ്കാരിക സംഘടനയുടെ പേര് മാനുഷാദ എന്നായിരുന്നു. എൻ്റെ നാട്ടിലെ ഒരു സംഘടനയുടെ പേര് മാനുഷാദ എന്നായിരുന്നു, ഹരിപ്പാട്ട്. കാട്ടാളൻ അയാളുടെ ജീവിത വൃത്തിയുടെ ഭാഗമാണ് ഇര തേടി അതിൻ്റെ ഭാഗമായിട്ട് വേട്ടയാടി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ജീവിത വൃത്തിയുടെ ഭാഗമാണ്. അത് ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്ത് സുഖമായിട്ട് കഴിയുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോൾ അസ്വസ്ഥത തോന്നും. അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഇത്ര കാലവും സാഹിത്യത്തിൻ്റെ മഹത്തായ തത്വമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാനുഷാദയാണ്. 10-ാം നൂറ്റാണ്ടിൽ ആനന്ദവർദ്ധനൻ ധ്വന്യാലോകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്, രാമായണത്തിൻ്റെ സ്ഥായീഭാവം ശോകമാണെന്ന്. ശോകസ്ഥായീഭാവ, ശോകമാണ് രാമായണത്തിൻ്റെ സ്ഥായീഭാവം. കാരണം ദുഃഖമാണല്ലോ, ദുഃഖത്തിന് പിന്നാലെ കവി അങ്ങ് പായുക. ഏത് ദുഃഖത്തിൻ്റെ പിന്നാലെ? ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച മഹാദുഃഖത്തിനെതിരെ കവി ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല, എഴുത്തച്ഛൻ മിണ്ടിയിട്ടില്ല. രാമപുരത്ത് വാര്യർ മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. ചെറുശ്ശേരി മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. പൂന്താനം മിണ്ടിയിട്ടുണ്ടോ ജാതി വ്യവസ്ഥക്കെതിരെ? ഒട്ടുമില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഈ ജാതി വ്യവസ്ഥയെ ഉറപ്പിക്കാൻ എന്തൊക്കെ എഴുതി കൂട്ടാൻ പറ്റുമോ അതെല്ലാം പൂന്താനവും എഴുത്തച്ഛനും ചെറുശ്ശേരി എഴുതി കൂട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അത് വേറൊരു പ്രഭാഷണത്തിൻ്റെ വിഷയമാണ്. എന്നിട്ട് നമ്മൾ ഈ കവികളെ പറ്റി പറയുന്നത് എന്താണ്? ഈ കവികൾ മഹത്തായ ഭാരതീയ പൈതൃകത്തിൻ്റെ നേരവകാശികളും നേർബിംബങ്ങളുമാണെന്ന്. അതവിടെ നിൽക്കട്ടെ. ഗുരു പറയുന്നു, ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമമായ രീതിയായിരിക്കും. ഏത് സനാതനധർമ്മത്തിൽ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന സനാതനധർമ്മം എന്ന് നമുക്ക് തോന്നുന്നു. മതപരിവർത്തനം കൂടാതെ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയില്ലെന്ന് വിചാരിക്കുന്നവർക്ക് സനാതനധർമ്മം മതമായി സ്വീകരിക്കുന്നത് അവരുടെ മതപരിവർത്തനവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയിരിക്കുന്നതാണ് എന്നുകൂടി ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചു. ഇവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ആശയത്തെയാണ് സനാതനധർമ്മമായി ഗുരു അവതരിപ്പിക്കുന്നതെന്ന് സുസ്പഷ്ടമാണ്. ആർഷഭാരത വ്യവസ്ഥിതി ജാതി വിവേചനവും അസമത്വവും ജീവിതചര്യയായി പാലിക്കാൻ നിർബന്ധിക്കുമ്പോൾ മനുഷ്യരിലെ മനുഷ്യത്വമാണ് ജാതി എന്ന് ഗുരു വിളംബരം ചെയ്യുന്നു. എല്ലാ മതങ്ങളെയും ചേർത്ത് മനുഷ്യമതമെന്നോ മാനവധർമ്മമെന്നോ പേരിട്ടുകൂടെ എന്ന് CVയോട് ചോദിക്കുന്ന ഗുരു മതങ്ങൾ തമ്മിലുള്ള ഉച്ചനീചത്വവും കലഹങ്ങളും അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. 25-ൽ RSS രൂപീകരിക്കപ്പെട്ടതിൻ്റെ 12ാമത്തെ ദിവസമാണ് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ CVയോട് ഇത് പറയുന്നത്. അതൊന്നും വലിയ പ്രസക്തിയുണ്ട്. ഹിന്ദു മതമെന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് 1925-ൽ സുചിന്തിതമായി പ്രസ്താവിച്ച ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ വക്താവാക്കി തീർക്കാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ ഗുരുനിന്ദ. സ്വന്തം ജീവിതം കൊണ്ടും ചിന്തകൾ കൊണ്ടും വർണ്ണാശ്രമധർമ്മമെന്ന സനാതനധർമ്മത്തെ എതിർത്ത ഗുരുവിനെ അതിൻ്റെ തന്നെ വക്താവാക്കുന്നത് ഗുരുവിനോട് കാണിക്കുന്ന ചരിത്രപരമായ അനീതിയാണ്. ജാതിമതഭേദങ്ങൾ കൈവിട്ട ഗുരു എങ്ങനെ സനാതനധർമ്മത്തിൻ്റെ വക്താവാകും? കൊല്ലവർഷം 1091-ൽ ഗുരു വിളംബരപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നാം ജാതിമതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽ പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണക്കിട വന്നിട്ടുണ്ടെന്നും നാം അറിയുന്നു. സത്യത്തിൽ 2025-ൽ ഞാനിത് വായിക്കുമ്പോൾ ഗുരു ഈ പ്രസ്താവന പറയുന്നത് സനാതനിസ്റ്റുകളോടാണെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സനാതനിസ്റ്റുകൾ പറയുന്നത് എന്താണ്? ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവാണെന്നാണ് സനാതനിസ്റ്റുകൾ പറയുന്നത്. ഗുരു സനാതനിസ്റ്റുകളോടും കൂടിയാണ് പറയുന്നത്. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ സനാതനികൾ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണക്കിട വന്നിട്ടുണ്ടെന്നും നാം അറിയുന്നു. സനാതനികളെ അന്നേ ദീർഘദർശനം ചെയ്തു ഗുരു. നാം
ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. അടിവരയിട്ട് വായിക്കേണ്ട വാചകമാണ്. നാം ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. സനാതനികൾ എന്താ ചെയ്തത്? ഹിന്ദു ധർമ്മം ഈസിക്കൽ ടു സനാതന ധർമ്മം. നാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ വക്താവ്. കൊല്ലവർഷം 1091 ഗുരു എന്താണ് പറഞ്ഞത്? നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു. നാം ഏതെങ്കിലും പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ച് നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതാകുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സനാതനി അല്ലെന്നും വളരെ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് നാരായണ ഗുരു. എന്നിട്ടും എന്ത് ചെയ്യുന്നു? 2025 അദ്ദേഹത്തെ സനാതനിയാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ താൻ പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ഗുരുവിനെയാണ് സനാതന ധർമ്മത്തിൻ്റെ ആചാര്യനാക്കാൻ പരിശ്രമിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക മതത്തോട് മമത വെച്ച് പുലർത്താത്ത ഗുരുവിനെ പ്രത്യേക ധർമ്മത്തിൻ്റെ ആചാര്യനായി വാഴ്ത്തുന്നതും ഗുരുവിരുദ്ധതയാണെന്ന് പറയാതെ വയ്യ. ജാതിമതഭേദങ്ങൾ കൈയൊഴിഞ്ഞു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നും ഗുരു 1916 വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലം പട്ടത്താനത്ത് അച്യുതൻ മേസ്തിരി പണിയിപ്പിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ഗുരുദേവൻ തൻ്റെ ആശയം കൂടുതൽ സ്പഷ്ടമാക്കി. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കാണുന്ന മനുഷ്യനിർമ്മിതമായ ജാതി വിഭാഗത്തിന് യാതൊരർത്ഥവുമില്ല. പക്ഷേ എന്നിട്ടും ഗൗതം മേനോനെന്നാണ്. അല്ല, മേനോൻ വെറും പേര് മാത്രമാണ്, അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ജാതിവാല് കൊണ്ടു നടക്കുകയും ആ സാംസ്കാരിക മൂലധനത്തിലൂടെ സാംസ്കാരിക മേൽക്കോയ്മ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു മേധാവി വർഗം എവിടെ ഉണ്ട്? ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. ഞാനവരുടെ വാലുകൾ എണ്ണി പറയാൻ നിങ്ങൾക്ക് അവരാരൊക്കെയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. നമ്പൂതിരിപ്പാട്, ഭട്ടതിരിപ്പാട്, മേനോൻ, നായർ, ഇളയിടം, ഇങ്ങനെ അങ്ങോട്ട് നീണ്ട നിരയാണതിന്. പക്ഷേ ഇവരെല്ലാം ഭയങ്കര 916 വിപ്ലവകാരികളാണ്, പുരോഗമനകാരികളാണ്, എല്ലാമാണ്. പക്ഷേ ഈ ജാതി മേൽക്കോയ്മ അവർ സ്വാംശീകരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പരസ്യമായി നമ്മൾ പറയാത്തത് കൊണ്ടാണ് ഈ ജാതി മേൽക്കോയ്മയുടെ വാലുകൾ അവരിപ്പോഴും സുന്ദരമായി അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് പുരോഗമനിസ്റ്റുകളായി നടക്കുവാൻ അധികാരമില്ലെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുവാൻ മലയാളി ധൈര്യപ്പെടുന്നത് വരെ ഈ ജാതിവാലികൾ അവർ കൊണ്ടു നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഗുരു പറഞ്ഞു, അത് നശിക്ക തന്നെ വേണം. മേൽജാതി എന്നും കീഴ്ജാതി എന്നുമുള്ള വിചാരം തന്നെ ഇല്ലാതാകണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ജാതിവാല് തന്നെ ഇല്ലാതാകണം. ഈ വിചാരം നമ്മിൽ നിന്ന് പോയിട്ട് വളരെ കാലമായി, ഗുരുവിൽ നിന്ന് പോയിട്ട് വളരെ കാലമായി. സാമുദായിക സംഗതികൾ മതത്തിനോ മതം സാമുദായിക സംഗതികൾക്കോ കീഴടങ്ങിയിരിക്കുന്നത് തെറ്റാണ്. സാമുദായിക സംഗതികൾക്കും മതത്തിനും തമ്മിൽ സംബന്ധമൊന്നും പാടില്ല. മതം മനസ്സിൻ്റെ കാര്യമാണ്. ആരുടെയും മതസ്വാതന്ത്ര്യത്തെ തടയരുത്. പലതരക്കാരായ മനുഷ്യരുണ്ടല്ലോ, അവരിൽ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഗതിക്കും വളർച്ചയ്ക്കനുസരിച്ച് ഭിന്ന മതങ്ങൾ കൂടിയേ തീരൂ. ഇവിടാണ് സനാതനത്തിൻ്റെ മൂലമിരിക്കുന്നത്. സനാതനം ചാതുർവർണ്ണത്തിൽ നിലയുറപ്പിച്ചിരിക്കുമ്പോൾ ആ സനാതനത്തിൽ വേറൊരു ആശയമില്ല. പക്ഷെ ഗുരു എന്താണ് പറയുന്നത്? ഭിന്ന മതങ്ങൾ കൂടിയേ തീരൂ. കുട്ടിച്ചാത്തനെ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യം വേണം. രാമനെ ആരാധിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം വേണ്ടേ? രാമനെ ആരാധിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടാണ് ഗുരു പറഞ്ഞത്. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു. ഗുരു രാമനെ പ്രതിഷ്ഠിച്ചതേയില്ല. ഗുരു ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു, ഒരുപാട് ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും രാമനെ പ്രതിഷ്ഠിച്ചില്ല. എൻ്റെ മതം സത്യം, മറ്റുള്ളതെല്ലാം അസത്യമെന്ന് ആരും പറയരുത്. സകല മതങ്ങളിലും സത്യമുണ്ട്. അതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളതും സതുദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോൾ നടപ്പിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു പ്രത്യേക ബന്ധവുമില്ല. സനാതന ധർമ്മവുമായി ബന്ധമില്ലെന്ന് ഗുരു 1916 വീണ്ടും പറയുക. നാമായിട്ടൊരു മതം സ്ഥാപിച്ചിട്ടുമില്ല. എല്ലാ മതങ്ങളും നമുക്ക് സമ്മതവുമാണ്. ഓരോരുത്തരും അവരവർ ഇഷ്ടമുള്ള മതം ആചരിച്ചാൽ മതി.
നാം ചില ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഹിന്ദുക്കളിൽ ചിലരുടെ ആഗ്രഹമനുസരിച്ചാണ്. ഇതുപോലെ ക്രിസ്ത്യാനികൾ, മുഹമ്മദീയർ മുതലായ മറ്റു മതക്കാരും ആഗ്രഹിക്കുന്ന പക്ഷം അവർക്കായി വേണ്ടത് ചെയ്യുവാൻ നമുക്കെപ്പോഴും സന്തോഷമാണുള്ളത്. ഇതാണ് ഗുരു പറയുന്നത്. ഹിന്ദുക്കളിൽ ചിലർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്ക് ക്ഷേത്രം പ്രതിഷ്ഠിച്ചു കൊടുത്തത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആവശ്യപ്പെട്ടാൽ അതുപോലെ ചെയ്യുന്നതിന് തനിക്ക് യാതൊരു മടിയുമില്ല എന്നാണ് ഗുരു പറയുന്നത്. നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു ജാതിയോടും മതത്തിനോടും നമുക്ക് പ്രത്യേക മമതയില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. താനായിട്ട് പ്രത്യേക മതം സ്ഥാപിച്ചിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച ഗുരുവിനെ സനാതനിയാക്കുന്നത് ചരിത്രത്തോടുള്ള വെല്ലുവിളിയാണ്. അപ്പം നിലവിലിരിക്കുന്ന ഒരു മതവുമായും തനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് വിളംബരം ഗുരു എങ്ങനെ സനാതന ധർമ്മത്തിൻ്റെ ആചാര്യനാകും? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമായി വേണ്ടത് ചെയ്യുവാൻ മടിയില്ലെന്ന് പറഞ്ഞ ഗുരു സങ്കുചിതമായ മതബോധ്യങ്ങളെ സമ്പൂർണ്ണമായി കൈയൊഴിഞ്ഞു. ഇങ്ങനെ നോക്കിയാൽ ആർഷഭാരത സനാതന ധർമ്മത്തെ നിശ്ചിതമായി കരുണയോടെ വിമർശിക്കുകയും കൈയൊഴിയുകയും ചെയ്ത ഗുരു എല്ലാ കാലത്തേക്കുമുള്ള ശാശ്വതമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രവാചകനും വിശ്വഗുരുവുമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമില്ല. സ്നേഹത്തെയും സാഹോദര്യത്തെയുമാണ് ഗുരു സനാതനമായി കണ്ടത്. ഇങ്ങനെയുള്ള ഗുരുവിനെ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മറ്റൊരു പേര് മാത്രമായ സനാതനധർമ്മത്തിൻ്റെ പ്രോക്താവാക്കി മുദ്ര കുത്തുന്നത് ചരിത്ര നിഷേധവും ഗുരുനിന്ദയുമാണ്. ഇനിയും ഇത് നമ്മൾ ഗുരു പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഗുരുവിനെ സഹോദരൻ അയ്യപ്പൻ എങ്ങനെയാണ് കണ്ടത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് SNDPയുടെ വിശേഷ യോഗം കൊല്ലവർഷം 1112 മകരമാസം 4-ാം തീയതി ആലപ്പുഴയിൽ വെച്ച് നടന്നു. ആ യോഗത്തിൽ സഹോദരൻ അയ്യപ്പൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അയ്യപ്പൻ പറയുന്നു, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഗുരു ധർമ്മത്തെ മനസ്സിലാക്കിയിരുന്നത് സനാതനികൾ മനസ്സിലാക്കുന്നത് പോലെ ആയിരുന്നില്ല. അതാണ് പോയിന്റ്. ഗുരു ധർമ്മത്തെ മനസ്സിലാക്കിയിരുന്നത് സനാതനികൾ മനസ്സിലാക്കുന്നത് പോലെ ആയിരുന്നില്ല. സനാതനികൾ കുറഞ്ഞ പക്ഷം അവരിലെ യാഥാസ്ഥിതികന്മാരെങ്കിലും മനസ്സിലാക്കുന്നത് ധർമ്മമെന്നാൽ അണുപോലും വ്യത്യാസപ്പെടുത്താൻ പാടില്ലാത്ത സനാതന ധർമ്മമെന്നാകുന്നു. ധർമ്മത്തെ പറ്റിയുള്ള ഈ വ്യാഖ്യാനമാണ് അനേക നൂറ്റാണ്ടുകളായി ഇന്ത്യക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഇത് നിമിത്തം മതത്തിന് തന്നെയല്ല കലകൾക്കും സന്മാർഗത്തിന് പോലും ഉടവ് തട്ടിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇല്ലേ? കലയ്ക്ക് പോലും ദുര്യോഗം പറ്റിയില്ലേ? കലാമണ്ഡലം RLV രാമകൃഷ്ണന് കലാമണ്ഡലം സത്യഭാമയിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ദുരപവാദ ചരിത്രം, അതിൻ്റെ കേന്ദ്രം എവിടെയാണ് കിടക്കുന്നത്? അതിൻ്റെ കേന്ദ്രം കിടക്കുന്നത് നാട്യശാസ്ത്രത്തിലാണ്. നാട്യശാസ്ത്രം വർണ്ണവെറി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് നാട്യശാസ്ത്രം. അത് കേവലമായൊരു സാഹിത്യ ഗ്രന്ഥമല്ല. അത് എങ്ങനത്തെ ഗ്രന്ഥമാണ്? നാട്യശാസ്ത്രത്തിൽ പറയുന്നത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വേണ്ടിയിട്ടാണ് അത് എഴുതപ്പെട്ടത് തന്നെ. ഉത്തമ സൗന്ദര്യശാസ്ത്ര സ്വരൂപമായി ഈ സവർണ സൗന്ദര്യത്തെയാണ് നാട്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ഇന്ത്യക്ക് യാതൊരു പുരോഗതിയുമില്ലാതെ വളരെ കാലം കിടന്നു പോകാനും ഇതുതന്നെയാണ് കാരണം. ശ്രീനാരായണൻ ധർമ്മത്തിന് ഒരു പുതിയ വ്യാഖ്യാനം നൽകി. അയ്യപ്പൻ്റെ വാക്കുകളാണ്. ധർമ്മം അനശ്വരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ സനാതനികളുടെ ധാരണയ്ക്കെതിരായ ഒന്നായിരുന്നു അത്. എന്നും വളർന്നുകൊണ്ടിരിക്കുന്നതും ശക്തിയേറിയതും നശിക്കാത്തതുമായ ഒന്നായിട്ടാണ് അദ്ദേഹം ധർമ്മത്തെ മനസ്സിലാക്കിയിരുന്നത്. ധർമ്മത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിന് പിന്തുണയായി അദ്ദേഹം വേദങ്ങളെ ഉദ്ധരിച്ചിരുന്നില്ല. അയ്യപ്പൻ്റെ വാക്കുകളാണ്. ധർമ്മത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിന് പിന്തുണയായി ഗുരു വേദങ്ങളെ ഉദ്ധരിച്ചിരുന്നില്ല. അതാണ് പോയിന്റ്. തനിക്ക് അതിനെപ്പറ്റി ശരിയായ അനുഭവം ഉണ്ടായിരുന്നതിനാലാണ് അദ്ദേഹം അങ്ങനെ ചെയ്യാതിരുന്നത്. ഇടുങ്ങിയ മതത്തിനകത്ത് അദ്ദേഹം മതത്തെ നിർത്തിയിരുന്നില്ല. കാലാനുസരണം യോഗക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം അതിനെ വീക്ഷിക്കുന്നത് എന്ന് സഹോദരൻ അയ്യപ്പൻ ക്ഷേത്രപ്രവേശന വിളംബരത്തെ സ്വാഗതം ചെയ്യുവാൻ ആലപ്പുഴ വെച്ച് കൂടിയ SNDP യോഗത്തിൻ്റെ വിശേഷാൽ സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് സനാതനിസ്റ്റുകൾ കൊണ്ടുവന്ന ധാരണയ്ക്കെതിരായിരുന്നു.
36 അദ്ദേഹം ഇത് പറയുന്നത്. ഈ സനാതനധർമ്മത്തിനെതിരെ കൊല്ലവർഷം 1121 ധനുമാസം 8-ാം തീയതി കൊച്ചി SNDP യോഗത്തിൻ്റെ ഒരു അവകാശ പ്രഖ്യാപനം നടക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം സനാതനധർമ്മത്തിനെതിരായ ഒരു പ്രഖ്യാപനമായിരുന്നു. എന്താണ്? മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണ്. ഇതായിരുന്നു പ്രഖ്യാപനം. മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണ്. ജീവിക്കുവാനും വളരുവാനുമുള്ള അവകാശം എല്ലാ സമുദായങ്ങൾക്കുമുണ്ട്. ഇതാണ് സത്യം. സത്യം ഇതാണ് ധർമ്മം, ഇതാണ് നീതി. ഇതിനെതിരായതെല്ലാം അസത്യവും അധർമ്മവും അനീതിയുമാകുന്നു. ഇന്നത്തെ SNDPക്ക് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് സുപ്രധാനമായ ചോദ്യം. എന്തായാലും ശിവഗിരി മഠത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ സച്ചിദാനന്ദ സ്വാമി സനാതനധർമ്മത്തിനെതിരായി അദ്ദേഹം അതിനെപ്പറ്റി എന്ത് തന്നെ വിചാരിച്ചാലും കൊള്ളാം, അന്തസ്സായിട്ട് ഷർട്ടിട്ടുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപനങ്ങളിൽ പിന്നോക്കക്കാർക്കും ജോലിയിൽ തുല്യാവസരം പ്രദാനം ചെയ്യണമെന്നും ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ തന്നെ മേൽശാന്തിമാരായി പൂജ പഠിച്ച് എല്ലാവർക്കും പ്രവേശനം വേണം എന്നുമുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് സച്ചിദാനന്ദ സ്വാമികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്കും മാർച്ച് നടത്തി. ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിൽ. അടുത്തത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്കാണെന്നാണ് വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സനാതനധർമ്മത്തിനെതിരായ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വാമികൾ അതിനെപ്പറ്റി എന്ത് തന്നെ കരുതിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പോരാട്ടം സനാതനധർമ്മത്തിനെതിരെയാണ്. അതാണ് സച്ചിദാനന്ദ സ്വാമികളുടെ പോരാട്ടം. എന്തിനെതിരെയാണ്? സനാതനധർമ്മത്തിനെതിരെയാണ്. കാരണം മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണ്, മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണ് എന്ന് പറയുന്ന ആശയത്തെ സനാതനധർമ്മം അംഗീകരിക്കുന്നേ ഇല്ല. ജീവിക്കുവാനും വളരുവാനുമുള്ള അവകാശം എല്ലാ സമുദായങ്ങൾക്കും ഉണ്ടെന്ന് സനാതനധർമ്മം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ബ്രാഹ്മണർക്ക് പ്രത്യേക അവകാശം, ശൂദ്രർക്ക് പ്രത്യേക അവകാശം. ശൂദ്രർക്ക് പിന്നെ അവകാശമില്ല, പിന്നെ പറയണ്ട. അവരൊക്കെ എക്കാലവും ദാസന്മാരായിട്ട് കഴിയുക. ഈ അവകാശ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ഇന്ത്യയിൽ സമുദായങ്ങൾ തമ്മിൽ സാമൂഹ്യ സമ്പർക്കമില്ലാതെ ഉയർച്ച താഴ്ച വിശ്വാസങ്ങളോടും ശുദ്ധാശുദ്ധ വിചാരങ്ങളോടും കൂടി കഴിയുന്നു. അതിൻ്റെ ഫലമായി ഉയർന്നവരെന്ന് പറയുന്നവർക്ക് സ്വാതന്ത്ര്യവും ശക്തിയും, താണവരെന്ന് പറയുന്നവർക്ക് അസ്വാതന്ത്ര്യ അവശതയും അനുഭവമാകുന്നു. ഈ സ്ഥിതിയിൽ ഓരോ സമുദായങ്ങൾക്കും രാഷ്ട്രീയമായും സാമുദായികമായും സാംസ്കാരികമായും പ്രത്യേക താല്പര്യങ്ങൾ ആവശ്യമുണ്ടായിത്തീരുന്നു. സമുദായം പ്രതി പ്രത്യേക താല്പര്യങ്ങൾ ഇല്ലാതാകണമെങ്കിൽ സമുദായ വ്യത്യാസങ്ങൾ പോയി സമുദായ വ്യത്യാസങ്ങൾ നിലനിൽക്കുക അല്ലേ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളായിട്ട് സമുദായങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ ഐക്യം സാധിക്കുവാനും അത് സാധിക്കുന്നത് വരെ സമുദായങ്ങൾ തമ്മിൽ യോജിപ്പിൽ കഴിയുവാനും തന്നെ ഓരോ സമുദായങ്ങളും മറ്റു സമുദായങ്ങളോടൊപ്പം അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളവരാകേണ്ടത് ആവശ്യമാണ്. സനാതനധർമ്മം എല്ലാ സമുദായങ്ങൾക്കും തുല്യാവസരം പ്രദാനം ചെയ്യുന്നുണ്ടോ? ഇല്ല. സനാതനധർമ്മം ബ്രാഹ്മണർക്ക് പ്രത്യേക അവകാശങ്ങളും ഇന്ത്യയിലെ കീഴോർ സമൂഹങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് അവകാശം നിഷേധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പറഞ്ഞാൽ 1929 ഈഴവ മഹാസംഗമത്തിൽ സഹോദര അയ്യപ്പൻ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. മനുഷ്യത്വത്തെ അപമാനിക്കുകയും മതത്തെ ദുഷിപ്പിക്കുകയും അനേകം ആത്മാങ്കുരങ്ങളുടെ കൂമ്പൊടിക്കുകയും ദയയെയും സമഭാവനയെയും നശിപ്പിച്ച് അസൂയയെയും സ്പർദ്ധയെയും വളർത്തുകയും സ്വാതന്ത്ര്യബുദ്ധിയെയും ഉത്കർഷയെയും കെടുത്തി വാശിയെയും ചുണയെയും ഇല്ലാതാക്കുന്ന ജാതി വ്യത്യാസത്തെയും തന്മൂലമുള്ള ശുദ്ധാശുദ്ധ വിചാരത്തെയും തീണ്ടിക്കുളിയെയും ഉപേക്ഷിക്കുക എന്ന് 1929 ഈഴവ മഹാസംഗമത്തിൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം ഉപേക്ഷിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഇതേ ആശയം 29 അതേ സംഗമത്തിൽ ശിവപ്രസാദ സ്വാമികൾ പറയുന്നുണ്ട്. ശിവപ്രസാദ സ്വാമികൾ പറയുന്ന ഇതാണ്: നിങ്ങളുടെ ഇപ്പോഴത്തെ അപകർഷ്ടസ്ഥിതി നിങ്ങൾക്കുണ്ടായത് നിങ്ങളുടെ സ്വധർമ്മം വിട്ട് ബ്രാഹ്മണധർമ്മം സ്വീകരിച്ചത് കൊണ്ടുണ്ടായതാകുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ മതമാകുന്നു നിങ്ങളെ അടിമയാക്കിയിട്ടുള്ളത്. 29 ശിവപ്രസാദ സ്വാമികൾക്ക് ഈ ബോധ്യം ഉണ്ടായിരുന്നു. 29 2025 എന്ത് സംഭവിച്ചു? ബ്രാഹ്മണ മതത്തിൻ്റെ അടിമയായി മാറി.
ഗുരുവിനെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാക്കി. പിന്നെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ സനാതനധർമ്മ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നാരായണ ഗുരുസ്വാമികളുടെ നേതൃത്വത്തിൽ, ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലൊക്കെ തന്നെ നടന്നത് എന്നുള്ളത് നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. 1956 ഒക്ടോബർ 14 ബുദ്ധമത പരിവർത്തന ചടങ്ങിൽ അംബേദ്കർ ചൊല്ലിയ പ്രതിജ്ഞ സനാതനധർമ്മത്തെ, ആ സനാതനധർമ്മത്തിൻ്റെ ഹിംസാത്മക പ്രത്യയശാസ്ത്രത്തിനെതിരായ വിസ്ഫോടനാത്മകമായ ഒരു പ്രതിജ്ഞയായിരുന്നു. സനാതനധർമ്മത്തിനെതിരെ 1956 ഒക്ടോബർ 14 ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ പ്രതിജ്ഞ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പ്രഖ്യാപിച്ചതുപോലെ ഒരു ഡൈനാമിറ്റായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വാസമില്ല, അതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. എനിക്ക് രാമനിലും കൃഷ്ണനിലും വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. എനിക്ക് ഗൗരിയിലും ഗണപതിയിലും മറ്റു ഹിന്ദു ദൈവങ്ങളിലും ദേവിമാരിലും വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. ദൈവങ്ങളുടെ അവതാര സിദ്ധാന്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ശ്രാദ്ധമുട്ടുകയോ പിണ്ടം വയ്ക്കുകയോ ചെയ്യില്ല. ഞാൻ ബ്രാഹ്മണരെ കൊണ്ട് ഒരു ചടങ്ങും നടത്തിക്കില്ല. ഞാൻ ബ്രാഹ്മണരെ കൊണ്ട് ഒരു ചടങ്ങും നടത്തിക്കില്ല. ഇത് പറഞ്ഞ മറ്റൊരാൾ കേരളത്തിലുണ്ടായിരുന്നത് സാക്ഷാൽ നാരായണ ഗുരുസ്വാമിയാണ്. ഗുരുസ്വാമി പറഞ്ഞു, കേരളത്തിലൊരു ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ ഗുരുവിനോട് പറഞ്ഞു, പൂജ ചെയ്യാൻ ഒരു പോറ്റിയെ കൊണ്ടുവരാം. ഗുരു പറഞ്ഞു, പോറ്റി വന്നാൽ പോയതെല്ലാം തിരിച്ചു വരും. പോറ്റി വന്നാൽ പോയതെല്ലാം തിരിച്ചു വരും. അതാണ് അംബേദ്കറും ഗുരുവും തമ്മിലുള്ള ആ സാമ്യം നമ്മൾ പരിശോധിക്കണം. ഞാൻ ബ്രാഹ്മണരെ കൊണ്ട് ഒരു ചടങ്ങും നടത്തിക്കില്ല എന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ആശയം ഗുരുവിലൂടെ പ്രവർത്തിക്കുന്നത്, ഗുരുവിൽ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന്, പോറ്റി വന്നാൽ പോയതെല്ലാം തിരിച്ചു വരും എന്ന ആശയത്തിൽ, എന്ന ആ പ്രവൃത്തിയിൽ, ഗുരുവിൻ്റെ ആ ജീവിത പ്രവൃത്തിയിൽ നമുക്കത്, ജീവിത കർമ്മത്തിൽ നമുക്കത് കാണാൻ കഴിയും. മനുഷ്യനെ താഴ്ന്നവനെന്ന വിവേചനത്തോടെ പെരുമാറുന്ന, മനുഷ്യകുലത്തിൻ്റെ ഐശ്വര്യത്തിന് ഹാനികരമായ ഹിന്ദുമതത്തെ ഞാൻ ഉപേക്ഷിക്കുകയും ഇന്നു മുതൽ ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഹിന്ദുമതത്തിലെ തട്ടുവൽക്കരണം കാരണം ഉയർന്ന വർണ്ണത്തിലുള്ളവർക്കും ജാതിയിലുള്ളവർക്കുമാണ് നേട്ടം. പക്ഷേ മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ്? ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ ജോലിയിലാണ് ആ അമ്മയുടെ കണ്ണ് കേന്ദ്രീകരിച്ചിരിക്കുക. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ അമ്മയുടെ കണ്ണ് എവിടെ ആയിരിക്കും നോട്ടം? ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഹൈക്കോടതി ജഡ്ജിയുടെ കസേരയിലായിരിക്കും. അത് നമ്മൾ ഹൈക്കോടതി മാത്രമല്ല, സുപ്രീം കോടതി കാണുന്നില്ലേ? എത്ര ബ്രാഹ്മണരാണ് ജഡ്ജിമാരായിട്ടുള്ളത്? 33 ബ്രാഹ്മണരാണ് സുപ്രീം കോടതിയിൽ ജഡ്ജിമാർ. ബി ബി സിയുടെ ഇൻ്റർവ്യൂവർ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിൽ ഭൂരിഭാഗവും സവർണരല്ലേ? അവിടെ സാമുദായിക നീതിയുണ്ടോ, ലിംഗനീതി ഉണ്ടോ എന്ന് BBC ഇൻ്റർവ്യൂവർ ജസ്റ്റിസ് DY ചന്ദ്രചൂഡനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം മൗരഗഹ്വരങ്ങളിൽ ഓടി ഒളിക്കുന്നതാണ് നമ്മൾ ഇൻ്റർവ്യൂവിൽ കണ്ടത്. ഉത്തരമില്ല. അംബേദ്കർ പറഞ്ഞു, നിങ്ങളുടെ ചുമലിലേക്ക് ചാഞ്ഞിരിക്കുന്ന വൈശ്യക്ഷത്രിയ ബ്രാഹ്മണ ഭാരം കുടഞ്ഞു കളയുകയും നശിപ്പിക്കുകയും വേണം. അതാണ് യഥാർത്ഥ പ്രശ്നം. നിങ്ങളുടെ ചുമലിലേക്ക് ചാഞ്ഞിരിക്കുന്ന വൈശ്യക്ഷത്രിയ ബ്രാഹ്മണ ഭാരം കുടഞ്ഞു കളയുകയും നശിപ്പിക്കുകയും വേണം. അതാണ് യഥാർത്ഥ പ്രശ്നം. തൊട്ടടുത്ത വാചകത്തിൽ അംബേദ്കർ പറയുന്നു, നീതിയില്ലെങ്കിൽ ലോകത്ത് സമാധാനമുണ്ടാവില്ല. നീതിയില്ലെങ്കിൽ ലോകത്ത് സമാധാനമുണ്ടാവില്ല. ഇന്ത്യക്ക് സമാധാനം കിട്ടാത്തതിന് കാരണം ഇന്ത്യയിൽ ചാതുർവർണ്ണ്യ സനാതനധർമ്മം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ നീതിയില്ലാത്തതും സമാധാനമില്ലാത്തതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് ഗുരു പറഞ്ഞതിലൂടെ ഈ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള സാഹോദര്യ സഹജീവനത്തെയാണ് ഗുരു അരുവിപ്പുറത്ത് സ്ഥാപിച്ചത്.
കാരണം അതുവരെയുള്ള ക്ഷേത്ര സങ്കല്പങ്ങളിൽ മനുഷ്യർ ചിലർക്ക് പ്രസാദം എറിഞ്ഞു കൊടുക്കുന്നു. ക്ഷേത്രത്തിൽ ചെന്ന് പ്രസാദം വാങ്ങിക്കണമെങ്കിൽ ക്രിക്കറ്റ് ബോൾ ക്യാച്ച് പിടിക്കുന്ന രീതിയിലുള്ള അത്ഭുതകരമായ കായിക പരിശീലനം നേടിയിട്ട് വേണം ക്ഷേത്രത്തിൽ പ്രസാദം വാങ്ങിക്കാൻ ചെയ്യുക. കാരണം ഇങ്ങനെ എറിഞ്ഞു തരികയല്ലേ ചെയ്യുന്നത്. ആ അവസ്ഥയാണ്. ജാതി നിർണയത്തിൽ ഗുരു എഴുതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്ന വിപ്രനും, പറയന്താനും എന്തുള്ളതന്തരം നരജാതിയിൽ എന്ന് ഗുരു ജാതി നിർണയത്തിൽ എഴുതി. കർമ്മബ്രാഹ്മണ്യവാദത്തെ ഗുരു നിഷേധിച്ചു. ഗുരു പറഞ്ഞു, വസിഷ്ഠൻ ബ്രാഹ്മണനും വിശ്വാമിത്രൻ ക്ഷത്രിയനുമാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ ഭേദമേ ഉള്ളൂ. അത്ര അടുത്ത് നിൽക്കുന്ന ക്ഷത്രിയൻ ബ്രാഹ്മണനാവാൻ ശ്രമിച്ചിട്ടുണ്ടായ പാടിത്. ആ സ്ഥിതിക്ക് എത്രയോ ദണ്ഡ് അകലെ കിടക്കുന്ന മറ്റു ജാതിക്കാർ ബ്രാഹ്മണ്യത്തിന് ശ്രമിച്ചാലുള്ള കഥ എന്താവും എന്ന് ഗുരു പറഞ്ഞു. അങ്ങനെ കർമ്മബ്രാഹ്മണ്യവാദത്തെയും നാരായണ ഗുരുസ്വാമികൾ നിഷേധിച്ചു. കോട്ടുകോയിക്കൽ വേലായുധനുമായിട്ടുള്ള സംഭാഷണ സമയത്ത് നാരായണ ഗുരുവും ഗൃഹസ്ഥ ശിഷ്യന്മാരും എന്ന ഗ്രന്ഥത്തിൽ കോട്ടുകോയിക്കൽ വേലായുധൻ എഴുതുന്നു, സംഭാഷണ സമയത്ത് ഞാൻ സമീപത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇതാണ്: ജാതി സ്ഥാപിക്കാൻ ശങ്കരാചാര്യർ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു എന്ന് കോട്ടുകോയിക്കൽ വേലായുധൻ രേഖപ്പെടുത്തുന്നുണ്ട്. ശങ്കരാചാര്യർ വലിയ ആളായിരുന്നിരിക്കാം, ജാതിയുടെ കാര്യത്തിൽ ചെറിയ ആളായിരുന്നു. ഒരു സംശയവും വേണ്ട. കാരണം ഈ ശങ്കരാചാര്യരാണ് ശൂദ്രർ സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന് എഴുതിയത്. അധഹാസ്യ വേദം ഉപസൃണ്ണത സ്ത്രഭുചതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം. വേദം ചൊല്ലി കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഉരുക്കിയൊഴിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? സാക്ഷാൽ ശങ്കരാചാര്യർ ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യത്തിൽ ശങ്കരൻ എഴുതുന്നുണ്ട്. അപ്പം ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ജാതിയെയും ചാതുർവർണ്ണ വ്യവസ്ഥയെയും നിരാകരിച്ച ഗുരുവിനെ അതിൻ്റെ വക്താവാക്കാൻ ശ്രമിക്കുന്നത് തീർത്തും ചരിത്രവിരുദ്ധമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ശിവഗിരിയിൽ അന്തേവാസികളായിരുന്ന ചില കുട്ടികളെ ശിവഗിരി സന്ദർശിച്ച ദിവാൻ വാട്സിന് പരിചയപ്പെടുത്തിക്കൊണ്ട് AK ദാസ് പറഞ്ഞു, ഇവർ പറയക്കുട്ടികളായിരുന്നു, ഇവരെ ആശ്രമത്തിലെടുത്ത് മനുഷ്യരാക്കിയിരിക്കുകയാണ്. ഗുരു ഉടൻ തന്നെ ദാസിനെ തിരുത്തി. അവർ ആദ്യമേ മനുഷ്യർ തന്നെ, പക്ഷേ ആ സംഗതി മറ്റുള്ളവർ വകവെച്ചു കൊടുക്കാതിരുന്നതാണ്. അവരത് മറ്റുള്ളവരത് വകവെച്ചു കൊടുക്കാതിരുന്നതാണ് എന്ന് ഗുരു സഹോദരൻ എഴുതി നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ മഹാത്മാഗാന്ധി വർണ്ണാശ്രമം നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഗുരു പറഞ്ഞത്, വർണ്ണം ആശ്രമം രണ്ടും രണ്ടാണ്. സാധാരണ ജാതിയെപ്പറ്റി പറയുമ്പോൾ വർണ്ണാശ്രമം എന്നാണ് പറയുന്നത്. വർണ്ണം എന്നാൽ ഗാന്ധി എന്താണെന്ന് പറയുന്നു? ഭക്തൻ പറഞ്ഞു, വർണ്ണം ജാതിയല്ല, ജാതിയും വർണ്ണവുമായി ബന്ധമില്ല എന്നാണ് ഗാന്ധി പറയുന്നത്. ഗുരുവിൻ്റെ മറുപടി, ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കാം ഗാന്ധി ഇങ്ങനെ പറയുന്നത്. ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ വർണ്ണം എങ്ങനെ നിശ്ചയിക്കാം? അപ്പോൾ ഭക്തൻ പറഞ്ഞു, ഗാന്ധിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥിതികന്മാർക്ക് കുറേ ശക്തി കൂടിയിട്ടുണ്ട്. ഗാന്ധിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥിതികന്മാർക്ക് ശക്തി കൂടിയിട്ടുണ്ട്. ഈ ശക്തി ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനൊന്നും വിചാരിക്കണ്ട. ഈ ഗാന്ധി അംബേദ്കർ സമന്വയവാദികളുണ്ടല്ലോ, ഗാന്ധി അംബേദ്കർ എന്നായിരിക്കും പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ ഫ്രണ്ട് പേജ് എപ്പോഴും ഗാന്ധിയുടേതായിരിക്കുകയും ബാക്ക് പേജ് അംബേദ്കറിൻ്റേതാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഗാന്ധി അംബേദ്കർ സമന്വയം പുസ്തകത്തിൻ്റെ പേര്, ഫ്രണ്ട് പേജ് ഗാന്ധി ആവുകയും ബാക്ക് പേജ് അംബേദ്കർ ആവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് നിസ്സാരമായ രാഷ്ട്രീയമല്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സമന്വയവാദികളുടെ രാഷ്ട്രീയ കുതന്ത്രം നമുക്ക് പിടികിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവരുടെ ഗാന്ധി അംബേദ്കർ സമന്വയവാദികൾ 360 ഡിഗ്രി ഗാന്ധിയിലേക്ക് ചരിഞ്ഞിരിക്കും. 360 ഡിഗ്രി അവരുടെ ചരിവ് ഗാന്ധിയിലേക്കായിരിക്കും. എന്നിട്ട് അംബേദ്കർ സമന്വയം എന്ന് പറയും.
കേൾക്കുന്ന നമ്മളെന്തായാലും വിഡ്ഢികളല്ലല്ലോ, നമുക്ക് മനസ്സിലാവും. ഗുരു, എന്താണ് ഗാന്ധി ഇങ്ങനെ പറയുന്നത്? നല്ലതുപോലെ ആലോചിച്ചിട്ടില്ലായിരിക്കാം. നമ്മുടെ അഭിപ്രായത്തിൽ ജാതി ഇല്ല, ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ദോഷമല്ലാതെ എന്ത് ഗുണമാണുള്ളത്? മഹാകഷ്ടം, ഇനിയും ഈ വിശ്വാസം നീങ്ങിയിട്ടില്ലല്ലോ എന്നാണ് ഗുരു പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ നാരായണ ഗുരുസ്വാമികളുടെ ഈ ആശയം മനസ്സിലാക്കിക്കൊണ്ടാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ എഴുതി, പുലയരും ബ്രാഹ്മണരും കരത്തോട് കരം കോർത്ത് സമതയിൽ നടക്കേണ്ടും കാലമായല്ലോ, ജാതിഭേദം കൊണ്ടധിക ഖേദമുള്ള സഹചരെ, സ്വാതന്ത്ര്യാർത്ഥം നിങ്ങളെല്ലാം ഒത്തുചേരുവിൻ എന്ന് അദ്ദേഹം പാടുന്നുണ്ട്. അപ്പം സനാതനധർമ്മത്തിൻ്റെ ഈ ഹിംസാത്മകമായ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് നാരായണ ഗുരുസ്വാമികൾ അപരപ്രിയം എന്ന് പറയുന്നൊരാശയം മുന്നോട്ട് വെച്ചത്. ഗുരുസ്വാമികൾ പറഞ്ഞു, പ്രിയമൊരു ജാതി തൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയം എന്നനേകമായി, പ്രിയവിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. തൻ്റെ പ്രിയം തന്നെയാണ് മറ്റുള്ളവരുടെ പ്രിയം എന്ന് തിരിച്ചറിയുമ്പോഴാണ്, ആ നയമാണ് നരന് നന്മ നൽകുക എന്നും നാരായണ ഗുരുസ്വാമികൾ നമ്മെ ഉദ്ബോധിപ്പിച്ചു. അപ്പോൾ സനാതന ധർമ്മത്തിൻ്റെ ഹിംസാത്മകമായ വ്യവസ്ഥയ്ക്കെതിരായി നമുക്കിന്ന് ഉയർത്തിപ്പിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നാരായണ ഗുരുസ്വാമികളുടെ അപരപ്രിയം എന്ന് പറയുന്ന ആശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.